ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസനെ ഇവിടെ വന്നിങ്ങനെ കാണുവാൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കാണുവാനൊരു അവസരം കർത്താവ് നൽകി. കർത്താവ് തൻ്റെ ദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനോടുള്ള പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. അപ്പുറത്തെ വോയിസ് ഇങ്ങനെ നമ്മളെ ഓവർകം ചെയ്യുന്നുണ്ടല്ലേ, സാരമില്ല. ആമേ. എൻ്റെ നിങ്ങൾ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആരാധന ലീഡ് ചെയ്ത പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് കൃപ തന്നു. പ്രത്യേകിച്ച് ആ മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, ആ മകനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരെ ഓർത്തൊന്ന് കൈയടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തു. ദൈവം അവർക്ക് കൊടുക്കുന്ന എല്ലാ ദൈവിക കൃപകൾക്കുമായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ഞാനും പാമ്പാടി താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ ചില സ്റ്റേറ്റുകളിൽ ഇങ്ങനെ കർത്താവിൻ്റെ എളിയ ശുശ്രൂഷ ഒരു സുവിശേഷകനായി ചെയ്യാൻ ദൈവം ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ അല്പസമയം ഈ സ്റ്റേജിൽ നിന്നുകൊണ്ടൊരു സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞ്, നീ സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക. ഇന്നലെ രാത്രി ഞാൻ യാത്ര ചെയ്ത് കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ അരുണിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരാൻ ദൈവ അവസരങ്ങളെ തന്നു. ഈ ഒരാഴ്ച ഇവിടെ ആയിരിപ്പം കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്നു. കൊരിന്തിയ ലേഖനത്തിൽ നിന്ന് ഒരു വചനം, 2 വചനം നിങ്ങൾക്ക് ദൈവവചന ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് 2 പദങ്ങൾ നൽകുവാൻ ഞാൻ ശരണപ്പെടുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 9-ാമത്തെ അധ്യായം ദയവായി നിങ്ങൾ തുറക്കാമോ? ഒരു സുവിശേഷകൻ്റെ അധ്യായമാണ്. 1 Corinthians chapter 9, 9-ാമത്തെ അധ്യായം, അതിൻ്റെ 19-ാമത്തെ വാക്യം ആദ്യം വായിക്കുക, 22-ാമത്തെ വാക്യം രണ്ടാമത് വായിക്കാം. 9-ാം അധ്യായം 19-ാമത്തെ വാക്യം ഇങ്ങനെ: ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. 22-ാം വാക്യം: ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. 2 വാക്യങ്ങളിലെ 2 പദങ്ങൾ, അധികം പേരെ നേടേണ്ടതിന് 19-ാം വാക്യം, 22-ാം വാക്യം ചിലരെ രക്ഷിക്കേണ്ടതിന്. ആ വാക്യങ്ങളിലെ ആ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹലോ, ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ? 1 അധികം പേരെ നേടുക, 2 ചിലരെയെങ്കിലും നേടുക. അധികം പേരെ നേടാൻ പൗലോസ് തന്നെ ദാസനാക്കി. ചിലരെയെങ്കിലും നേടുവാൻ താൻ എല്ലാവർക്കും എല്ലാമാക്കി. 9-ാം അധ്യായം ഒരു 10 തവണ ആവർത്തിച്ച് വായിച്ചാൽ പോകാനുള്ളതേ ഉള്ളൂ നമ്മുടെ അഹങ്കാരമല്ല. നമ്മൾ എന്തൊക്കെയോ ആണെന്നൊരു ചിന്ത അകത്തുണ്ട്. ആ ചാപ്റ്റർ ഒരു 10 തവണ വായിച്ചാൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ ഉത്തരേന്ത്യൻ മേഖലയിലേക്ക് വഴുതി മാറാൻ വേണ്ടി ദൈവം എന്നെ തൊട്ട ഒരു വചനമാണ് 22-ാമത്തെ വാക്യം. ചിലരെയെങ്കിലും രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. എനിക്ക് ഈ പ്ലാറ്റ്ഫോം നല്ല മനോഹരമായ പ്ലാറ്റ്ഫോം, നല്ല ദൈവസാന്നിധ്യമുള്ളൊരു ദൈവസഭ, ഒരു നല്ല ശുശ്രൂഷ ചെയ്യാൻ പറ്റിയ എല്ലാ കളവും ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരത്തെ ദൈവദാസന്മാർ പാടി ആരാധിച്ചപ്പോൾ ഒരു വരി പാടി, പേർ വിളിക്കും നേരം കാണും എൻ്റെ പേരും. ആ ഒറ്റ സംഭവമാണ് നമുക്കിവിടെ കളർഫുള്ളായിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നത്. കാര്യം അവിടെ ചെന്ന് കണക്ക് കൊടുക്കണം. അങ്ങനെ ഉറപ്പുണ്ടായ കരം ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്യും. ഇവിടെ ഭൂമിയിൽ മനുഷ്യന് കൈമാറുന്നത് റിപ്പോർട്ടാണെങ്കിൽ, മനുഷ്യൻ സ്വർഗസ്ഥനായ ദൈവത്തിന് അവിടെ ചെന്ന് കൈമാറേണ്ടത് അക്കൗണ്ടാണ്. ഇവിടെ നമുക്ക് റിപ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്യാം, പക്ഷേ അവിടെ റിപ്പോർട്ട് കൊടുത്താൽ ഒക്കത്തില്ല. അവിടെ നാം അക്കൗണ്ട് കൊടുത്തേ പറ്റും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. അവിടെയുണ്ട് പേര് സാം ജോസഫ്. എൻ്റെ പേരുള്ള അതേ ഒരാൾ കോട്ടയത്തുണ്ട്. അതേ ഒരാൾ പലരും കാണും, അതേ പേരുള്ള ഒത്തിരി പേര് അന്ന് കർത്താവിൻ്റെ അടുത്ത് കാണും. പക്ഷേ എനിക്ക് മാത്രമേ അന്ന് അവൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുള്ളൂ. അവൻ എന്നെ മുമ്പോട്ട് വിളിച്ചിട്ട്, ഞാൻ ഈ ഭൂമിയിൽ നിനക്ക് തന്ന ഈ കൊച്ചായുസ്
നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ അവൻ്റെ മുമ്പിൽ നിന്ന് കറപുരളാത്ത കരങ്ങളുമായി സർവശക്തനോട് കണക്ക് കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരാളാണ് ഞാനെന്ന് പറയുന്ന ഒരാൾ. ഈ ചിന്തയകത്ത് വരുമ്പോൾ ആ പാട്ട് കേട്ടപ്പോൾ എൻ്റെ ഉള്ളം തകർന്നു പോയി. ഞാൻ എല്ലാ ദിവസവും പാടിവിടുന്നൊരു വരിയാണ്, പേർ വിളിക്കും നേരം കാണും എൻ്റെ പേരും. ആ പേരുണ്ടെന്ന് ഉറപ്പുള്ളവരുണ്ട്. ഒരു ഹല്ലേലൂയ പറ ദൈവത്തെ. ഒരു സുവിശേഷകൻ, ഒരു അപ്പോസ്തലൻ, ഒരു മിഷണറി എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു വസ്തുനിഷ്ഠാപരമായ ഒരു രേഖ ആ ചാപ്റ്ററിൻ്റെ അകത്ത് വ്യക്തമാണ്. ഞാൻ ഉത്തരേന്ത്യൻ മേഖലയിൽ ആദ്യം യാത്ര ചെയ്യുന്നത് 97-ലാണ്. 94-ലാണ് ഞാൻ ബൈബിൾ സ്കൂൾ ഗ്രാജുവേഷൻ ചെയ്യുന്നത്. 97-ലാണ് ഞാൻ UP-യിലേക്ക് ആദ്യമായി കടന്നു പോകുന്നത്. ഞാൻ ഇന്ന് താമസിക്കുന്നത് പാമ്പാടിയിലാണ്. പാമ്പാടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 1 കിലോമീറ്ററിനകത്തൊരു 40 സഭ കാണും. ജസ്റ്റ് 1 കിലോമീറ്റർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദുഷ്ടാ പിന്നെ എന്തിനാ അവിടെ പോയി താമസിക്കണമെന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു ചോദ്യം ഞാനും എന്നോട് ആവർത്തിച്ച് ചോദിച്ചതാണ്. ഞാൻ മഹാരാഷ്ട്രയിലെ ഒരു മിഷണറി ആയിട്ട് 5 വർഷം കർത്താവിൻ്റെ വേല ഇങ്ങനെ ചെയ്ത്, ആ മഹാരാഷ്ട്രയിലെ 5 വർഷത്തെ എൻ്റെ വേലയാണ് എന്നെ ഒരു നല്ല രീതിയിൽ വിശ്വാസ വേല കർത്താവ് എന്നെ പഠിപ്പിച്ചു കൊണ്ടുവന്നത്. ഞാനൊരു 40 days ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കർത്താവ് എനിക്കൊരു വിഷൻ തന്നു. ആ വിഷന് ഞാൻ മഹാരാഷ്ട്രയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ താഴെ നിൽക്കുന്നു. ആ ബോർഡ് എനിക്ക് ക്ലിയറാണ്. ഒരു അഭിഷിക്തൻ വന്ന് എന്നെ റിസീവ് ചെയ്യുന്നു. ആ വ്യക്തിയെ എനിക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ തന്നെ ഞാൻ കേരളത്തിലെ വേലയോട് ബൈ ബൈ പറഞ്ഞിട്ട് പോകാൻ റെഡിയായി. പക്ഷേ ഒരു പരിചയവും എനിക്കില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യും, ഞാൻ ആളെ അയക്കാം. അങ്ങനെ ഞാൻ ജസ്റ്റ് 1 week, ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു. ഒരാളെ ദൈവം അയച്ചു. ഞാൻ അങ്ങനെ മഹാരാഷ്ട്രയിൽ എത്തുകയാണ്. മഹാരാഷ്ട്രയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ചെല്ലുന്ന സമയത്ത് ഭാഷയൊന്നും അറിയത്തില്ല. ഇന്നും ഭാഷയൊന്നും അറിയില്ല. ഭാഷയല്ല ഇവിടുത്തെ പ്രശ്നം, ആത്മഭാരമാണ് പ്രശ്നം. ആത്മഭാരത്തെ വെല്ലാൻ പറ്റിയ ഒരു കാര്യം ഭൂമിയിൽ വേറെ ഇല്ല പ്രിയരെ. നമ്മുടെയൊക്കെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴേ ഓർത്തോണം ആത്മഭാരം കുറഞ്ഞിട്ടാണ്. സഭകളിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു, അവർക്ക് ആത്മഭാരം ഇല്ലാത്തതുകൊണ്ടാണ്. 1000 ചോദ്യമായിട്ട് നടക്കുന്നവരെ ശ്രദ്ധിച്ചു, അവർക്ക് ആത്മാക്കളെക്കുറിച്ച് ഭാരമില്ലാത്തത് കൊണ്ടാണ്. ആത്മഭാരം ഉള്ളവനാണ്, ഈസിയാണ്, അവന് സകലത്തിനും ആൻസർ കിട്ടിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനങ്ങനെ മഹാരാഷ്ട്രയിൽ ചെന്ന് ഒരു ദൈവദാസൻ എന്നെ സഹായിച്ചു. ഞാൻ മഹാകാളി കേവ്സിന് അടുത്ത് ഇങ്ങനെ താമസിക്കുന്ന സമയം, ഞാൻ ആ സമയത്തൊക്കെ ഒരു വർഷം 5 പ്രാവശ്യം 21 days ഫാസ്റ്റ് ചെയ്യും, ഒരു 40 days ഫാസ്റ്റ് ചെയ്യും. അങ്ങനെ 5 21 ഒരു 40, അപ്പോൾ തന്നെ പകുതി വർഷം പോകും ഫാസ്റ്റിങ്ങിലാണ്. അവിടെയും ചെന്ന് ഇതുപോലെ ഫാസ്റ്റ് ചെയ്യുന്ന സമയം കൈ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ഉയർത്തിയ മൊത്തം ഉയർത്തേണ്ട, അതിന് മുമ്പ് 10 ഷീറ്റേ മുട്ടും. അങ്ങനത്തെ ഒരു കൊച്ചു മുറിക്കകത്ത് ഞാൻ താമസിക്കുകയാണ്. ഭയങ്കര ചൂടുള്ളൊരു അന്തരീക്ഷം. കർത്താവ് വളരെ ശക്തമായി സംസാരിക്കുന്നൊരു സമയം, മുഴുവൻ മറാഠിക്കാർ മാത്രമുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി സമയം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ നമ്മൾ വഹിക്കുന്നത് അഭിഷേകമാണ്. പ്രാർത്ഥിക്കുന്നവനെ അഭിഷേകം വഹിക്കാൻ പറ്റുകയുള്ളൂ. വഴി സൈഡിൽ ദുരാത്മാക്കൾ ഇളകുന്നത് ഞാൻ കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ തന്നെ വന്നതല്ല, ദൈവം എന്നെ അയച്ചിട്ട് വന്നതാണ്. ഞാൻ അതുകൊണ്ട് എൻ്റെ ചർച്ചിൽ ടീച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയും, വിളിച്ചിട്ട് പോകുന്നത് നല്ലത്, പക്ഷേ അയച്ചിട്ട് പോകുന്നത് അതിനേക്കാൾ നല്ലത്. മനുഷ്യൻ വിളിച്ചാൽ പോയി പ്രസംഗിച്ചിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരാം. പക്ഷേ തമ്പുരാൻ നിന്നെ അയച്ചിട്ട് നീ പോയി പ്രസംഗിച്ചാൽ ഉണ്ടല്ലോ, ആ നാട്ടിൽ ചില ദൈവപ്രവൃത്തികൾ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ദൈവം നിങ്ങളെ അയച്ചിട്ട് നിങ്ങൾ കുവൈറ്റിൽ വന്നതാണ്. ദൈവം അയച്ചതിൻ്റെ തെളിവ് ദൈവം ഈ ആണ്ടിൽ വെളിപ്പെടുത്തട്ടെ എന്ന് ഞാൻ ഈ സഭയെ, ഇവിടുത്തെ അഭിഷിക്തനെ, ഇവിടുത്തെ കുടുംബങ്ങളെ ഞാൻ ആത്മാർത്ഥമായി ആശീർവദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ സമയങ്ങളിൽ എൻ്റെ സാക്ഷ്യങ്ങളോ അനുഭവങ്ങളോ പറയാൻ നിൽക്കുകയല്ല. പക്ഷേ എനിക്ക് 9-ാം അധ്യായം പറയുമ്പോൾ 1-2 കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. കാരണം കർത്താവിൻ്റെ ദാസൻ എനിക്ക് സിഗ്നൽ തരണേ, തീരുന്ന ജസ്റ്റ് സിഗ്നൽ തന്നാൽ മതി, 1 സെക്കൻഡിനുള്ളിൽ ഞാൻ ഇരുന്നോളാം. എൻ്റെ ഒരു വല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ, സോറിയേ. ഹല്ലേലൂയ. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ ബാച്ചലർ ലൈഫിലാണ് ഞാൻ മിഷണറി ആയിട്ട് മഹാരാഷ്ട്രയ്ക്ക് പോകുന്നത്. ഞാൻ എൻ്റെ ബാച്ചലർ ലൈഫ് ഏറ്റവും കൂടുതൽ സ്പിരിറ്റിൽ എൻജോയ് ചെയ്ത ഒരു മനുഷ്യനാണ് ഞാൻ. ഒരു സെക്കൻഡ് ഞാൻ എൻ്റെ ലൈഫിൽ കളഞ്ഞിട്ടില്ല. എൻ്റെ ബാച്ചലർ ലൈഫായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ടൈം സ്പിരിറ്റിലെ. കാരണം ഞാൻ 100+ ചാപ്റ്റേഴ്സ് ഞാൻ വായിക്കുമായിരുന്നു എവറി ഡേ എൻ്റെ ബാച്ചലർ ലൈഫ്. കാരണം എനിക്ക് വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല,
വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. പ്രാർത്ഥിക്കുക, ആരാധിക്കുക, കർത്താവിൻ്റെ വേല ചെയ്യുക, ഇത് മാത്രം. ചില സമയത്തൊക്കെ രാവിലെ 7 മണിക്ക് പ്രാർത്ഥിക്കാതിരുന്ന രാത്രി 8 മണിക്കാണ് മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങുന്ന 13 മണിക്കൂർ ദൈവമായിട്ട് സംസാരിക്കുന്ന സമയം. ആ സമയങ്ങളിലൊക്കെ ഉണ്ടായ എൻകൗണ്ടറുകൾ, അതിൻ്റെയൊക്കെ ബാക്കിയായിരിക്കാം ഇന്ന് രാത്രി ഈ രാവിലെ ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഉള്ള സമയം സംസാരിച്ച് തീർക്കാതെ തമ്പുരാൻ്റെ മുമ്പിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമോ? നിൻ്റെ ശരീരം ചാർജാകും പരിശുദ്ധാത്മാവിനാൽ. വെറുതെ അല്ല, വെറുതെ ഒരു കാര്യവും നടക്കത്തില്ല. ഇതൊരു ഒരു 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 വാക്കുകളുടെ കസർത്തുകളല്ല ശുശ്രൂഷ. ഇവിടെ കണക്ഷൻ മാത്രമേ ഉള്ളൂ. സ്വിച്ച് അവൻ്റെ കയ്യിലാണ്. അവൻ സ്വിച്ച് ഉടനെ പ്രാർത്ഥനാ മുറിയിൽ നീ ടൈം സ്പെൻഡ് ചെയ്യണം. ഈ സഭ പ്രാർത്ഥിക്കുന്ന സഭയായി മാറട്ടെ. ഒരു യോഗം പ്രിസൈഡ് ചെയ്യുവാൻ ആർക്കും അധികം പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പ്രസംഗം പ്രസംഗിക്കാൻ ആർക്കും അധികം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഒരു പാട്ട് പാടി വർഷിപ്പ് ലീഡ് ചെയ്യാൻ ആർക്കും അധികം പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അതെല്ലാം കഴിവുകളിൽ അധിഷ്ഠിതമാണ്. പക്ഷേ അതിൻ്റെ അപ്പുറം ഓവർകം ചെയ്യാൻ കഴിയുന്ന, ഇപ്പം എന്തുകൊണ്ട് ആ വോയിസ് എൻ്റെ വോയിസിനേക്കാൾ കൂടുതൽ കേൾക്കുന്ന ഇവിടുത്തെ സിസ്റ്റത്തേക്കാൾ വലിയ സിസ്റ്റം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തിരിച്ചറിയുക, കഴിവുകളെ മൂടുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച. ഇവിടെ 1000 വാട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ 2000 വാട്ട്സ്, 5000 വാട്ട്സ് ഉണ്ടാകും. ദയവായി നിങ്ങളുടെ അഭിഷേകത്തിൻ്റെ വാട്ട്സ് കൂട്ടുക. ഇത് നിങ്ങൾ കൂട്ടണ്ട. നിങ്ങളുടെ അഭിഷേകത്തിൻ്റെ വാട്ട്സ് കൂട്ടാൻ നിങ്ങൾ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് തലമുറയിൽ നിങ്ങളെ യൂസ് ചെയ്യുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ രാവിലെ ഇങ്ങനെ ട്രാക്റ്റും എടുത്ത്, കർത്താവിനെ വചനം പറയാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് ട്രാക്റ്റ് കൊടുത്ത് പോവുക, ബുക്ക്ലെറ്റ് കൊടുക്കുകയാണ്. ഹിന്ദി, മറാഠി ട്രാക്റ്റൊക്കെ ഇങ്ങനെ കൊടുത്ത് പോവുക. 8 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 15 കിലോമീറ്ററൊക്കെ ഡെയിലി നടന്ന് ട്രാക്റ്റ് കൊടുത്തിട്ട് അത്രയും കിലോമീറ്റർ തിരിച്ച് നടന്ന് റൂമിൽ വരികയാണ് എൻ്റെ പതിവ്. രാത്രി പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ ഉടനെ അപ്പുറത്തെ ദുരാത്മാവിൻ്റെ കോട്ടയാണ്, അതിന് നടക്കാൻ ഞാൻ താമസിക്കുന്നത്. പിശാചുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളാണ്. ഞാനതുകൊണ്ട് എൻ്റെ ചർച്ചിൽ സഹോദരങ്ങളോട് ഞാൻ ടീച്ച് ചെയ്യുമ്പം പറയാറുണ്ട്, ഒരിക്കലെങ്കിലും നിൻ്റെ ആയുസ്സിൽ നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പിശാചുമായി ഫൈറ്റ് ചെയ്യാൻ നിനക്ക് പ്രാർത്ഥനയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ നീ ഒരു അഭിഷിക്തനാണ്. ഒന്നുകൂടെ പറയുന്നു, നിൻ്റെ പ്രാർത്ഥനാ മുറി, പേഴ്സണൽ പ്രയറിൽ ദേശത്തിലെ പിശാചുമായി യുദ്ധം ചെയ്യാൻ ഒരിക്കലെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിഷേകമുണ്ട്. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഒറ്റയ്ക്ക് നീ ഇരിക്കുമ്പോൾ പിശാചുമായി പോരാടാൻ ഒരു ചാൻസ് വീണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ട്. അഭിഷേകം ഇല്ലാത്തവനോട് പിശാച് എന്ത് ഫൈറ്റ് ചെയ്യാനാണ്? പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാൻ മിക്കവാറും രാത്രികളിൽ പിശാചുമായി പോരാടുന്ന രാത്രികളായിരുന്നു പ്രാർത്ഥിക്കുന്ന ആ സമയങ്ങൾ. അങ്ങനെ ഒരു സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല. കർത്താവ് തന്നെയാണ് ഇപ്പോഴും കർത്താവ് നടത്തുന്നത്. കർത്താവ് നടത്തിയാൽ മതി. കർത്താവിനെ പോലെ ഒരു സപ്പോർട്ട് ഭൂമിയിൽ ആരാ ഉള്ളത്? മനുഷ്യനല്ല നിന്നെ നടത്തുന്നത്, വിളിച്ച ദൈവമാണ് നിന്നെ നടത്തുന്നത്. അപ്പം ഞാനിങ്ങനെ നടന്ന് വേല ചെയ്യും. 8 ദിവസം, 10 ദിവസം, 15 ദിവസം, 20 ദിവസമൊക്കെയാണ് ഭക്ഷണം കഴിക്കാതെ നടന്ന് വേല ചെയ്യുന്നത്. ഭക്ഷണം എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രയോറിറ്റി ഇല്ല. ഇന്നാണ് നമ്മളെ പിടിച്ച് കഴിപ്പിക്കുകയാണ്. മനുഷ്യനങ്ങ് നമ്മളെ പെരുമാറുകയാണ്. ഒരു വല്ലാത്ത രീതിയിലാണ് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യം പറയണം കേട്ടോ. അന്നെന്നൊക്കെ പറഞ്ഞാൽ 10, 20, 25 ദിവസങ്ങളാണ് ഒരു നേരം ഭക്ഷണം കഴിക്കാതെ, ഒരു ടീ കുടിക്കാതെ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ആ സമയത്ത് അടിക്കടി എൻ്റെ ഫാദറിൻ്റെ കത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അന്നൊന്നും ഫോണുള്ള സമയമല്ല. ഞാനീ പറയുന്ന 97 ഏരിയകളൊന്നും ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളൊരു ഗ്രാമത്തിൽ താമസിക്കുന്നവരാണ്, കുമരകത്ത്. എൻ്റെ 28ാമത്തെ വയസ്സിലാണ് വീട്ടിൽ ഇലക്ട്രിസിറ്റി വരുന്നത്. എൻ്റെ വീട്ടിൽ അത്രയും ദാരിദ്ര്യം പേറിയ വീട്ടിൽ കിടന്ന എന്നെ ആ കർത്താവ് പൊക്കിയെടുത്ത് എന്തെല്ലാം സ്ഥലങ്ങളിൽ അയച്ചുകൊണ്ടിരിക്കുന്നറിയാം. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാം, നമ്മൾ എവിടെ ജനിച്ചെന്നൊന്നും ദൈവത്തിന് വിഷയമല്ല. നീ കണ്ടുമുട്ടിയവനെ കണ്ടുമുട്ടിയാൽ അവൻ നിന്നെ പൊക്കിയാൽ താഴ്ത്താൻ ആർക്കും കഴിയുകയില്ല. അപ്പം ഞാൻ എൻ്റെ ഫാദർ ഇങ്ങനെ കത്തയക്കുമ്പോൾ എഴുതിയിടെ, നീ എന്താ കഴിക്കണേ, അവിടുത്തെ ഫുഡൊക്കെ എന്താണ്, മറാഠി ഫുഡ്. അപ്പം ഞാനിങ്ങനെ മെനു എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് എഴുതും. അത് സത്യം, അവിടെ ഫുഡുണ്ട്, എനിക്കില്ലെന്നേ ഉള്ളൂ. ഹോട്ടലിൽ ഇഷ്ടം പോലെ ഫുഡാണ്. അപ്പോൾ അവൻ്റെ ഫാദറിന് വലിയ സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു കത്ത് 2001 വന്നിടെ, നിനക്കൊരു പെണ്ണിനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക, നീ വരണം, വിവാഹത്തിൻ്റെ സമയമായിട്ടുണ്ട്, നീ എത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചൊരു കത്ത് അയച്ചു, കർത്താവ് അയക്കുമ്പം വരാമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. കാരണം എൻ്റെ ഫാദറിന് അറിയില്ല ഞാനിവിടെ പട്ടിണിയും കഷ്ടപ്പാടും ദുഃഖവും ദുരിതമാണ്. കാരണം ഇത് മനുഷ്യരോട് പറയേണ്ടതല്ല. ഇപ്പം ഞാൻ സാക്ഷ്യം പറയാൻ തുടങ്ങിയത് ദൈവം എന്നെ മാനിച്ചതിന് ശേഷമാണ്. പട്ടിണി കൂടാതെ കർത്താവ് നടത്താൻ തുടങ്ങിയതിന് ശേഷമാണ് കർത്താവ് നടത്തിയ വഴികളെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എഴുതിയത്, ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേയ്ക്ക് നന്ദി. ഹല്ലേലൂയ. നന്ദിയാൽ നിറയുന്നു എൻ അന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്താൽ. അവൻ നടത്തിയതിനായി സ്തോത്രം.
ഞാൻ ആ കത്ത് വന്നതിന് ശേഷം 8 മാസം കഴിഞ്ഞാണ് ഒരു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിന് കയറി ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് വീട്ടിലെത്തി എന്നെ കണ്ടറിഞ്ഞ ഫാദർജിക്ക് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായി. നിനക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു പറ്റൊന്നുമില്ല, സുവിശേഷകനാണ്. നേരത്തെ കർത്തദാസൻ പറഞ്ഞു. ഞാൻ പദം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ആ പദം അതൊരു അപ്പസ്റ്റോളിക് വേർഡാണത്. സുവിശേഷകൻ എന്നുള്ള പദം പറയണേ തന്നെ ഒരു ബേർഡൻ ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ എന്ന് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ മുഖം കണ്ടിട്ട് നിങ്ങൾ അത്ര സന്തോഷത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. സാരമില്ല, പോകുന്നതിന് മുമ്പ് നിങ്ങൾ സന്തോഷിച്ചിരിക്കും. കർത്താവിൻ്റെ സന്നിധിയിലല്ലേ നമ്മുടെ സന്തോഷം ഇരിക്കും. ആക്ട് ചെയ്യുന്നതല്ലല്ലോ സന്തോഷം, ഇത് ഉള്ളിൻ്റെ അകത്തുനിന്ന് വരേണ്ടതല്ലേ. അവൻ തൻ്റെ ആനന്ദ തൈലം കൊണ്ട് തൻ്റെ സഭയെ അഭിഷേകം ചെയ്യട്ടെ എന്ന് ഞാൻ ബ്ലെസ് ചെയ്യും. ഞാൻ വീട്ടിലെത്തി. എൻ്റെ ഫാദർ പറഞ്ഞിട്ട് നിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്, നീ പോയി കാണണമെന്ന് പറഞ്ഞു. ഞാൻ ആ പെൺകുട്ടിയെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഞാൻ തന്നെ 10-20 ദിവസം കൂടി ഇവിടെ നാട്ടിൽ വന്ന ഭക്ഷണം കഴിക്കണേ. അപ്പം ഭക്ഷണം തരാമെന്നുള്ള ഗ്യാരണ്ടി പോലും ഇല്ലാത്തൊരു ജന്മമാണ് ഈ ജന്മം. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ. അപ്പോൾ പറഞ്ഞു ഇല്ല, ഡെഡിക്കേറ്റഡാണ്. കല്യാണത്തിന് മുമ്പ് എല്ലാവരും പറയുമല്ലോ ഡെഡിക്കേറ്റഡാണ്. എന്തേ അക്കടി പറ്റിയ പോലെ മിണ്ടാണ്ടിരിക്കണേ. ഇപ്പം നിങ്ങൾ ചിരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നിങ്ങൾ പോകുന്നതിന് മുമ്പ് ചിരിക്കും, സന്തോഷിക്കുമെന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞപ്പോൾ സാരമില്ല, പറ്റിപ്പോയില്ലേ, അനുഭവിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ. ഓ പ്രൈസ് ഗോഡ്. ജീവിതം കൊണ്ടേ സഹോദരങ്ങളെ ജീവിതം പഠിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു പുസ്തകം വായിച്ച് ഇതൊന്നും പഠിക്കാനൊക്കത്തില്ല. ജീവിതം കൊണ്ടേ ജീവിതം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് 2001-ലാണ്, 2001-ലാണ് ഡിസംബർ കല്യാണം നടക്കുന്നത്, 27th. ഞാൻ എൻ്റെ വിവാഹത്തിന് കുമരകം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലോട്ട് ഞാൻ പോകുന്നത് തന്നെ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു കാറ് വാടകയ്ക്ക് എടുത്ത് കല്യാണപ്പന്തലിൽ പോകാനുള്ള ഭാഗ്യമൊന്നും അന്ന് ഈ പുസ്തകം തന്നിട്ടില്ല കേട്ടോ. ഇന്ന് ഈ പുസ്തകം എന്നെ 31 രാജ്യങ്ങളിൽ അയച്ചു. അത് പറയാതിരിക്കാൻ, അത് ഞങ്ങളുടെ മകൾ പാടിയതുപോലെ യേശു ആർക്കും കടക്കാരനല്ല. ഒരു കാരണവശാലും അവൻ കടം പറയുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷേ ഒരു സമയം, ഒരു ടൈമുണ്ട്. ആ ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ തമ്പുരാൻ നിൻ്റെ സ്ഥിതി മാറ്റിയിരിക്കും. അപ്പം അതുകൊണ്ട് കുവൈറ്റിലായിരിക്കുന്ന നിങ്ങളെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. സ്ഥിതി മാറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവ് നിന്നെ തൊടാൻ ആഗ്രഹിക്കുക. നിൻ്റെ സ്ഥിതി മാറ്റുന്നൊരു ദൈവം. യേശു ആർക്കും കടക്കാരനല്ല. സിംഗ്. അവനാർക്കും ബാധ്യതയല്ല. പഠിക്ക്. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെപ്പോലാരാധ്യൻ ഇല്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യത അല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെപ്പോലാരാധ്യനില്ല. അവൻ ഒരു കാരണവശാലും കടം പറയുന്ന കർത്താവല്ല. ഞങ്ങളുടെ വിവാഹം നടത്തിയ കർത്തൃദാസൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. പാസ്റ്റർ KC ചെറിയാൻ സാർ, എൻ്റെ ബൈബിൾ സ്കൂൾ ടീച്ചറാണ് അദ്ദേഹം. വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമ്മൾ ബസ്സിനാണ് തിരിച്ചു പോകുന്നത്, വേറെ വഴിയില്ല. ഞങ്ങൾ രണ്ടുപേരുടെ ബസ്സിന് തിരിച്ചു പോകുന്നു. 2 ദിവസം വീട്ടിൽ താമസിച്ചു. 3-ാം ദിവസം മഹാരാഷ്ട്രയിലേക്ക് വന്നു. മഹാരാഷ്ട്ര വന്നപ്പോഴാണ് പുള്ളി അറിയുന്നത് ദേശം മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്ര. ലൈഫ് കൊച്ചാണ്, ചെറിയ ലൈഫ്. അദ്ദേഹം പറഞ്ഞ കാര്യത്തോടെടുക്കുമ്പോഴാണ് നമ്മുടെ മുഖം വാടണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ചെറിയ കാര്യമല്ല. പറഞ്ഞ ആമേൻ. ആ പെണ്ണ് ഇപ്പോഴും കൂടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കരുത്. എന്തേ അരുണ് ചിരിക്കുന്ന അങ്ങ് സന്തോഷം കൊണ്ട് എന്ത് ഹാപ്പിയാണ്. ഇന്ന് അവിടെ തിരിച്ചു കൊടുക്കും, വിളിക്ക് വെച്ച് കഴിഞ്ഞ്. അതാണ് ഈ പ്രശ്നം. ആ ചിരിയുടെ ആ സന്തോഷം അതാണ്. എനിവേ, വിശ്വാസ വേലയെ പോലെ ഇത്രയും ഘനഗംഭീരമായൊരു വേല ഭൂമിയിൽ വേറെയില്ല. നിൻ്റെ വാക്കുകൾക്കൊരു പവർ വരണമെങ്കിൽ വേർഡ്സ് കൂട്ടിയാൽ പറ്റില്ല, ലൈഫ് സ്ട്രോങ് ആയിരിക്കണം. ഞാനതുകൊണ്ട് എൻ്റെ ചർച്ചയിൽ പറയും, ഒരു ചിറക് വരമാണെങ്കിൽ മറ്റൊരു ചിറക് ഫലമായിരിക്കണം. ഭരവും വലവും ഒരുമിച്ച് ചേരാമെങ്കിൽ, ബാലൻസ്ഡ് ആണെങ്കിൽ നിൻ്റെ മിനിസ്ട്രി ഷാർപ്പായിരിക്കും.
ഞാനിവിടെ നിന്നുകൊണ്ട് ഇത് പറയുക, വേണമെങ്കിൽ എനിക്ക് കളർഫുള്ളായിട്ട് ഇവിടെ നിന്നുകൊണ്ട് കുറേ കാര്യം പറഞ്ഞ് നിങ്ങൾ കൈയടിച്ച് ആരാധിക്കുമ്പോൾ ഞാൻ നോക്കുന്നത് നിങ്ങൾ കൈയടിച്ചോന്നല്ല, ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരാൾ വന്നിട്ടുണ്ട്. 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. അവൻ ക്ലാപ്പ് ചെയ്തില്ല എങ്കിൽ ഇന്നത്തെ വർഷിപ്പ് 0 അവൻ ഹെപ്പപ്പ് ചെയ്യുന്നില്ല എങ്കിൽ ഇന്നത്തെ മെസ്സേജ് ബിഗ് 0 എൻ്റെ വിശ്വാസം ഇന്ന് രാവിലെ അവൻ ഇതിൻ്റെ അകത്ത് ക്ലാപ്പ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. കാര്യം നിങ്ങളല്ല എൻ്റെ ഓഡിയൻസ്, അവനാണ് എൻ്റെ ഓഡിയൻസ്. ഹല്ലേലൂയ. അങ്ങനെ തുടങ്ങിയതാണ് ഉത്തരേന്ത്യൻ യാത്ര. ഇന്ന് 3 സ്റ്റേറ്റ് ഒഴികെ, ഇന്ത്യയിലെ 3 സ്റ്റേറ്റ്, മിസോറാം, ത്രിപുര, ഹിമാചൽ, ഈ 3 സ്റ്റേറ്റ് ഒഴികെ ബാക്കി മുഴുവൻ സ്റ്റേറ്റുകളിലും യാത്ര ചെയ്യുന്നൊരു സുവിശേഷകനാണ് ഞാൻ യാത്ര ചെയ്യുന്നത് മുഴുവൻ ഗോത്ര വർഗ്ഗക്കാരുടെ നടുവിലാണ്. ട്രൈബൽ ലാംഗ്വേജസ് 10-25 ട്രൈബൽ ഭാഷകളിലേക്ക് എൻ്റെ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. പല ഭാഷക്കാരെ യേശു കർത്താവിലേക്ക് നേടാനുള്ള ഭാഗ്യം കർത്താവ് നൽകിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വലിയ വലിയ പെർസിക്യൂഷൻസ് ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഛത്തീസ്ഗഡ് പോലെ, UP പോലെ, മധ്യപ്രദേശ് പോലെയുള്ള ചില ഡേഞ്ചറസ് സ്റ്റേറ്റുകളുണ്ട്. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ് ഈ രാജ്യം പിശാചിട്ട് അമ്മാനമാടാതെ കർത്താവ് ഈ രാജ്യത്തെ കയ്യിൽ വഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ബാക്കിൽ വെച്ചിരിക്കുന്ന ഈ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ ഉള്ളം പെടഞ്ഞു. ഒരു കൈക്കകത്ത് തമ്പുരാൻ ലോകത്തെ ഗ്ലോബിനെ വഹിച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് മേളിൽ നിന്ന് പറന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു. വെരി നൈസ്. എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അതെ, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും പിശാചെ നിനക്കുള്ളതല്ല, ഞങ്ങളുടെ കർത്താവിനുള്ളതാണ്. ലോകം അറിയപ്പെടുന്ന ഏറ്റവും ശക്തനായ സുവിശേഷകന്മാരിൽ ഒരാളാണ് കർത്തൃദാസൻ റിച്ചാർഡ് വൂംബ്രാൻഡ് എന്ന് പറയുന്നൊരു ദൈവദാസൻ. റുമേനിയയെ സുവിശേഷീകരിക്കുവാൻ വേണ്ടി ദൈവത്താൽ പ്രതിഷ്ഠിക്കപ്പെട്ടൊരു ദൈവമനുഷ്യൻ. താന് റുമേനിയൻ പട്ടാളക്കാരാൽ അറസ്റ്റ് വരിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ചരിത്രം ഒരുപക്ഷെ ക്രിസ്ത്യാനികളായ ദൈവമക്കൾക്ക് മറക്കാൻ പറ്റുന്നതല്ല. താൻ മാത്രമല്ല, താന്, തൻ്റെ ഭാര്യ, തൻ്റെ സ്വന്തം സഹോദരൻ, തൻ്റെ കൂടെയുള്ള സഭാ വിശ്വാസികൾ, സഭാ ശുശ്രൂഷകന്മാർ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. താൻ പറഞ്ഞ ഒരു പദം ഇങ്ങനെയാണ്: ക്രിസ്ത്യാനികളെ കൊണ്ട് അവർ ജയിൽ നിറച്ചു. എങ്ങനെയെല്ലാം അവരെ ഉപദ്രവിക്കാമോ അതുപോലെയെല്ലാം അവരെ ഉപദ്രവിച്ചു. റിച്ചാർഡ് വൂംബ്രാൻഡിനെ ഒറ്റയ്ക്കൊരു സെല്ലിൽ ഇട്ടിട്ട് അവർ ചെയ്തത് ജീവനോടെ തൻ്റെ സ്കിൻ അവർ വലിച്ചുരിയുമായിരുന്നു. ഒരു കൊച്ചു സേഫ്റ്റി പിൻ ശരീരത്തിൽ കൊണ്ടാൽ വേദന നമുക്ക് സഹിക്കാവതല്ല എങ്കിൽ ജീവനോടെ സ്കിൻ ഉരിയുമ്പോൾ ആ ദൈവമനുഷ്യൻ്റെ വാവിട്ടുള്ള കരച്ചിൽ, ആ കരച്ചിൽ കേൾക്കുമ്പോൾ തൊട്ടപ്പുറത്തെ സെല്ലിലുള്ള തൻ്റെ ഭാര്യയ്ക്ക് അറിയാൻ പറ്റും, എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ടില്ല. ഇങ്ങനെ വളർത്തിയെടുത്തതായി സുവിശേഷത്തെ. ഇതൊന്നും പണത്തിലിട്ട് അമ്മാന പാടാൻ തമ്പുരാൻ സമ്മതിക്കുകയില്ല. നിന്റെ വ്യാഖ്യാനത്തിനോ നിന്റെ ഇഷ്ടത്തിനോ ഇട്ട് അമ്മാന പാടാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. ഇത് മറിച്ച് വിൽക്കാനുള്ളതല്ല, ഇതിനു വേണ്ടി ജീവിതം ബലിയാടാക്കാനുള്ളതാണെന്ന് ഒരു സുവിശേഷകനെ പോലെ, ഒരു സുവിശേഷകനായി നിന്നുകൊണ്ട് ഈ വിശുദ്ധ തിരുവെഴുത്തുയർത്തി ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാ. ഇത് വിറ്റ് കാശ് വാങ്ങി യൂദ തകർന്നു പോയതുപോലെ ആ യൂദാസിൻ്റെ പിൻഗാമിയാകാനല്ല എന്നെയും നിങ്ങളെ ദൈവം വിളിച്ചത്. ഇതിനു വേണ്ടി ചിലരെയെങ്കിലും നേടുവാൻ ഞാൻ അനേകർക്ക് ദാസനാക്കി മാറ്റി എന്ന് പറഞ്ഞ പോളിനെ പോലെ ഒരു തലമുറ ഈ ചർച്ചിൻ്റെ അകത്തുനിന്ന് എഴുന്നേൽക്കണം. റിച്ചാർഡ് വൂംബ്രാൻഡ് പറയുന്ന ഇങ്ങനെ: എൻ്റെ ഭാര്യയെ അവരെങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ഒരു ഭർത്താവ് എന്ന നിലയിൽ എനിക്കത് പറയാനൊക്കത്തില്ല. അതുപോലെ എൻ്റെ ഭാര്യയെ അവർ ഉപദ്രവിച്ചു. അപ്പുറത്തെ സെല്ലിലിട്ട് അവളെ ഉപദ്രവിക്കുമ്പോൾ അവൾ വാവിട്ട് കരയുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന സെല്ലിലെ തൻ്റെ ഹസ്ബൻഡാകുന്ന റിച്ചാർഡ് വൂംബ്രാൻഡിന് മനസ്സിലാകും, എൻ്റെ ഭാര്യ മരിച്ചിട്ടില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന്, മുഖം വാടുന്ന മാർഗമല്ല ക്രിസ്ത്യാനിറ്റി. ഇങ്ങോട്ട് കൈ തന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും കൈ കൊടുക്കത്തില്ല എന്ന് പറയുന്ന മാർഗമല്ല ക്രിസ്ത്യാനിറ്റി. എൻ്റെ വീട്ടിൽ വന്നില്ല, അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ പോകത്തില്ല എന്ന് ശടിക്കുന്നതല്ല ക്രിസ്ത്യാനിറ്റി. ഇങ്ങോട്ടില്ലേ, ഞാൻ അങ്ങോട്ടുണ്ട്. ഇങ്ങോട്ട് വന്നില്ലേ, ഞാൻ അങ്ങോട്ട് പോകാം. എനിക്ക് കൈ തന്നില്ലേ, ഞാൻ അങ്ങോട്ട് കൊടുക്കാം. ഒരു കന്നത്തടിക്കുന്നവന് മറുകന്നം കൂടി കാണിച്ചു കൊടുത്ത നാമമാ ക്രിസ്ത്യാനിറ്റിയുടെ ലീഡർ. അവൻ്റെ പേരാ, വൺ മോർ ടൈം, അവൻ്റെ പേരാ, വൺ മോർ ടൈം, അവൻ്റെ പേരാ. പോരാ, കര ഉയർത്തി പറ, ജീസസ്. ലൈഫിൽ ഒരിക്കലെങ്കിലും മരണത്തിന് മുമ്പ് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയാൽ മറന്നു പോകരുത്, വെളിപ്പെടുത്തണം.
പാട്ട് പാടിയാൽ അവനെ വെളിപ്പെടുത്താൻ ഒക്കത്തില്ല, പ്രീച്ച് ചെയ്താൽ അവനെ വെളിപ്പെടുത്താൻ ഒക്കത്തില്ല, പ്രവചിച്ചാൽ അവനെ വെളിപ്പെടുത്താൻ ഒക്കത്തില്ല. ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അവൻ വെളിപ്പെടണമെങ്കിൽ സ്വഭാവത്തിൽ അവൻ ലയിക്കണം. പ്രൈസ് ദി ലോർഡ്. തൻ്റെ കൂടെ ഒരു സഭാ ശുശ്രൂഷകനെ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിട്ടുണ്ട്. തന്നോട് ചോദിച്ചു, നിൻ്റെ വിശ്വാസികളെ എല്ലാവരും ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എവിടെയാണ് നിൻ്റെ വിശ്വാസി ഒളിച്ചിരിക്കുന്നത്, പറയണം, ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യണം. ഉടനെ ആ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു, ഇല്ല, ഞാൻ പറയത്തില്ല, ഞാൻ അങ്ങനെ അവരെ കാണിച്ചു കൊടുത്താൽ എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് ഞാനായിട്ട് അവരെ കാണിച്ചു കൊടുക്കത്തില്ല. അവസാനം ആ ദൈവദാസനെ അവർ നിർദ്ദയം ഉപദ്രവിച്ചു. വേദന സഹിക്ക വയ്യാതെ വാവിട്ട് താൻ അലറുമ്പോഴും, ഇല്ല, ഞാൻ കാണിച്ചു കൊടുക്കില്ല എൻ്റെ യേശുവിനെ എന്ന് പറഞ്ഞ് താൻ കരയുക. അവസാനം അവർ എന്ത് ചെയ്തെന്നറിയാമോ? ഐസ് നിറച്ച ഒരു മുറിക്കകത്തേക്ക് തന്നെ കൊണ്ടുപോയി തലകീഴായി അതിൻ്റെ ഇടയിൽ കെട്ടിത്തൂക്കിയിട്ടു, വാതിൽ വലിച്ചടച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തണുത്ത് വിറച്ച് ചലനശേഷി നഷ്ടപ്പെട്ട ആ ഒരു ദൈവദാസൻ അവർ ആ വാതിൽ തുറന്ന് അവർ പുറത്തെടുത്ത് വസ്ത്രം വെയിലത്ത് ഉണങ്ങാനിടുന്നത് പോലെ ആ ദൈവദാസനെ അവർ വെയിലത്ത് ഉണങ്ങാനിട്ടു. വെയിലടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ ശരീരത്തിലെ തണുപ്പൊക്കെ മാറി, വിരലുകളൊക്കെ ചലിക്കാൻ തുടങ്ങി, കണ്ണ് തുറന്നു. ഉടനെ അവർ തോക്ക് ചൂണ്ടി ചോദിച്ചു, പറ, നിൻ്റെ വിശ്വാസി എവിടെ ഒളിച്ചിരിക്കുന്നത്? ഉടനെ താൻ പറഞ്ഞില്ല, എൻ്റെ വിശ്വാസിയെ ഞാൻ കാണിച്ചു കൊടുത്താൽ എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യം. ഞാൻ ഈ സഭയിലെ ദൈവമക്കളോട് പറയാം, ഈ ചർച്ചിൽ കർത്തൃദാസിൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറയാം, ഒറ്റക്കെട്ടായി നിൽക്കണം. ആരും ആരെയും കാണിച്ചു കൊടുക്കരുത്, ആരും ആരെയും താഴ്ത്തി കെട്ടരുത്, ആരും ആരെയും നിസാര എന്നെണ്ണരുത്. ഈ സഭ ദൈവം തന്നത് എന്തിനാണെന്നറിയാമോ? സകല ജാതികൾക്കും പ്രാർത്ഥനാലയമാകാൻ. ഏത് വർഗമാകട്ടെ, ഏത് ഗോത്രമാകട്ടെ, മനുഷ്യനാണോ മൂക്കിൽ ശ്വാസമുള്ളവർക്ക് വന്ന് ആരാധിക്കാം എന്നൊരു ചിന്ത കുവൈറ്റിൽ ഈ സഭയെക്കുറിച്ചുണ്ടെങ്കിൽ, ഈ സഭയിൽ വരുന്നത് ആരാന്ന് പോലും ആർക്കും അറിയാൻ വയ്യാത്ത രീതിയിൽ ജനം ഇവിടെ പെരുകാനിടയായി തീരുമെന്ന് ഞാൻ ഈ സഭയെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. വീണ്ടും അവർ ഐസ് നിറച്ച് മുറിക്കകത്ത് ആ ദൈവമനുഷ്യനെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടു. താൻ അവിടെ കിടന്ന് മരവിച്ചു പോയി, ഫ്രീസായി. ചലനം നഷ്ടപ്പെട്ടെന്നറിഞ്ഞപ്പോൾ അവർ പുറത്തേക്കെടുത്തു, വെയിലത്ത് ഉണങ്ങാനിട്ടു. വെയിലടിച്ച് കണ്ണു തുറക്കുമ്പോൾ അവർ ചോദിക്കും, പറ, എവിടെയാണ്? താൻ പറഞ്ഞു, ഇല്ല, ഞാൻ കാണിച്ചു കൊടുക്കില്ല. പല പ്രാവശ്യം അതങ്ങനെ ആവർത്തിച്ചു, താൻ പറഞ്ഞില്ല. അവസാനം അവരെന്ത് ചെയ്യുന്നറിയാമോ? തനിക്ക് ദൈവം കൊടുത്ത ഒരു ഏകജാതനായൊരു മകനുണ്ട്, അലക്സാണ്ടർ. അവന് 14 വയസ്സാണ്, 14 വയസ്സ്. അവനെ കൊണ്ടുവന്ന് അപ്പൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നിൻ്റെ വിശ്വാസി എവിടെ ഇരിക്കുന്നു പറഞ്ഞില്ല എങ്കിൽ നിൻ്റെ കൺമുമ്പിൽ വെച്ച് ഞങ്ങൾ ഈ മകനെ തല്ലിക്കൊല്ലും, പറയാൻ പറഞ്ഞു. ഉടനെ അപ്പം പറഞ്ഞു, ഇല്ല, എൻ്റെ മകനെ നിങ്ങൾ കൊല്ലും, എനിക്കറിയാം, പക്ഷേ എൻ്റെ യേശുവിനെ ഞാൻ കാണിച്ചു കൊടുക്കുകയില്ല, എൻ്റെ വിശ്വാസിയെ എവിടാന്ന് ഞാൻ കാണിച്ചു കൊടുക്കുകയില്ല. എന്തൊരു ധൈര്യമാണ് പ്രിയപ്പെട്ടവരെ. എത്രയോ പേരെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് യേശുവിനെ പുറകെ പോകാതിരിക്കുന്ന പലരുണ്ട്. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെ വന്ന് ആരാധിക്കാൻ കാണിച്ച് നിങ്ങളുടെ മനസ്സിനായി സ്തോത്രം. ഞാൻ വളരെ കൂളായിട്ട് ഇവിടെ നിന്നുകൊണ്ട് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ ജയിലിൻ്റെ അകത്ത് എത്രയോ ഭക്തന്മാർ ഇന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? UP-യുടെ ജയിലിൻ്റെ അകത്ത്, മധ്യപ്രദേശിൻ്റെ ജയിലിൻ്റെ അകത്ത്, ഛത്തീസ്ഗഡിലെ ജയിലിൻ്റെ അകത്ത് ബെയിൽ കിട്ടാതെ ആയിരക്കണക്കിന് സുവിശേഷകന്മാർ. നമ്മുടെ ഒരു കർത്തൃദാസിയെ UP-യിൽ വെച്ച് അറസ്റ്റ് ചെയ്ത്, തന്നെ തൻ്റെ മകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. UP-യിൽ, യോഗയുടെ നാട്ടിൽ. ഒരു ദൈവദാസനെ, ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടാൽ വാക്കുകൾക്ക് അതീതമാണെങ്കിൽ ഒരു സ്ത്രീയെയോ? ഇന്ത്യൻ സഭകൾ മുഴുവൻ പ്രാർത്ഥിച്ചു, ലോക രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന അറിഞ്ഞ സഭകൾ മുഴുവൻ പ്രാർത്ഥിച്ചു ആ കർത്തൃദാസിയുടെ വിടുതലിന് വേണ്ടി. 48-ാം ദിവസം ആ കർത്തൃദാസിക്ക് ജാമ്യം കിട്ടി, ബെയില് കിട്ടി. നിങ്ങൾക്ക് കേൾക്കാവോ ഞാൻ പറയുന്നത്? റൈറ്റ്, ബെയില് കിട്ടി. ആ ദൈവദാസിയെ ജയിലിൽ ചെന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ദൈവദാസന്മാർ പോയപ്പോൾ അവർ തകർന്ന് തരിപ്പണമായി കരഞ്ഞു വേദനിച്ചു വരുമെന്നുള്ള ഒരു ചിന്തയിലാണ് പോയത്, പിക്ക് ചെയ്യാൻ പോയത്. പിന്നെ വേറൊരു മൈക്രോഫോൺ തരാം, കുഴപ്പമില്ലല്ലേ? ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ നോ പ്രോബ്ലം. താങ്ക് യു. പ്രൈസ് ഗോഡ്, വെരി ഗുഡ്. ഇവിടെ നല്ല മൈക്ക് വെച്ചിട്ടാണോ നീ എനിക്കത് തന്നെ? എല്ലായിടത്തേയും രോഗം ഇവിടെ ഉണ്ടെന്നങ്ങ് വിചാരിച്ചു.
എല്ലായിടത്തും 30 വർഷമായിട്ട് ഈ രോഗം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. സാരമില്ല, ഇതൊക്കെ എന്നാ ഉണ്ടായത്? ഇതൊക്കെ ഈ കഴിഞ്ഞ ദിവസമല്ലേ ഉണ്ട്, ഇതിനു മുമ്പ് പ്രസംഗിച്ച് തുടങ്ങിയവരല്ല നമ്മൾ. പറഞ്ഞേ ആമേൻ. പ്രൈസ് ഗോഡ്. ആ ദൈവത്തിൻ്റെ ദാസിയെ പിക്ക് ചെയ്യാൻ വേണ്ടി സഹോദരങ്ങൾ ചെന്നപ്പോൾ അവൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത് കരഞ്ഞോണ്ടല്ല, ചിരിച്ചോണ്ടാണ്. എന്താ കാര്യം എന്നറിയാമോ? 48 ദിവസം കൊണ്ട് അവൾ 46 പേരെ രക്ഷിക്കപ്പെടുത്തി. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പിശാചിനെതിരെ പറഞ്ഞില്ലെങ്കിൽ അത്ര അങ്ങോട്ട് സുഖം ഉണ്ടാകുകയല്ല എനിക്ക്. പിശാച് അടിച്ചമർത്താൻ ശ്രമിക്കുന്തോറും ഈ സുവിശേഷം കുതിച്ചു വരും. നീ ആയിരങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാലും സുവിശേഷം അതിൻ്റെ പ്രവൃത്തി തികച്ചിരിക്കും. സുവിശേഷകനെ തളയ്ക്കാം, സുവിശേഷത്തെ തളയ്ക്കാൻ ഒക്കത്തില്ല. സുവിശേഷകനെ ബ്ലോക്ക് ചെയ്യാം, സുവിശേഷത്തെ ബ്ലോക്ക് ചെയ്യാൻ ഒക്കത്തില്ല. കാര്യം ഇതൊരു ശക്തി മാത്രമല്ല, ഇതൊരു വ്യക്തിയും കൂടിയാ. അവന്റെ പേരാ യേശു. നിങ്ങൾ കേട്ടാണല്ലോ, 6 മാസം മുമ്പ് ഞാൻ മധ്യപ്രദേശിൽ വെച്ച് ഇതുപോലെ ഒന്ന് അറസ്റ്റ് വരിക്കപ്പെട്ടു. 4 ദിവസം കഴിഞ്ഞ് ഞാൻ ബെയിൽ കിട്ടി. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു വലിയ ഹോൾ എടുത്ത് ഞാൻ 70 മിഷണറിമാർക്ക് ഒരു ക്ലാസ് വെക്കാൻ പോയതാ. മിഷണറി യാത്രയുടെ ഒരു ക്ലാസ്, പോൾസ് മിഷൻ ജേണി. 3 ദിവസത്തെ ക്ലാസ്സാണ്. 2 സ്റ്റേറ്റിൽ നിന്നായിട്ട് 70 മിഷണറിമാരെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിട്ട് പൗലോസിൻ്റെ മിഷണറി യാത്ര പഠിപ്പിക്കാൻ പോയതാണ്. ഇന്ന് ഞാൻ ഇന്ത്യയിൽ ചെയ്യുന്ന ഒരു വേല അതാണ്, മിഷണറി യാത്ര പഠിപ്പിക്കുക എന്ന് വെച്ചാൽ 2 മിഷണറിമാരെ പൊക്കിയെടുക്കുക. വേറെ ഇനി അതിനുള്ള സമയം ഉള്ളൂ. ഒരു തലമുറയെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ ചർച്ചിൽ പറയും, ലീഡർ ഈസ് ലാഡർ. ഒരു ലീഡർ അവൻ ആരാണ്? ലാഡർ. ലാഡർ മീൻസ് നിങ്ങളും ഫ്രീസായി പോയോ? ഞാനിത് റുമേനിയയിലെ കാര്യമാണ് പറഞ്ഞേ. ലാഡർ എന്ന് പറഞ്ഞാൽ ഗോവണി അല്ലേ, ചവിട്ടി കയറുന്നല്ലേ. ഇപ്പം ലീഡർ എന്ന് പറയുന്നത് ഒറിജിനൽ ലീഡർ ലാഡറാണ്. അവൻ ചവിട്ടി കയറി ലീഡറിൻ്റെ തോളിൽ നിന്നുകൊണ്ട് പിശാചിനെ വെട്ടണം. എനിക്ക് ഇത്ര ഹൈറ്റിലെ പിശാചിനെ വെട്ടാൻ പറ്റും. പക്ഷെ എൻ്റെ ഡിസൈപ്പിളിന് ഞാനൊരു ലാഡറായി കൊടുത്താൽ അവൻ എന്നെ ചവിട്ടി കയറി തോളിൽ നിന്നിട്ട് അത്രയും കൂടി ഹൈറ്റിൽ അവൻ പിശാചിനെ വെട്ടും. അങ്ങനെയൊക്കെയുള്ള ലീഡർഷിപ്പൊക്കെ രാജ്യങ്ങളിൽ എഴുന്നേക്കാൻ പോവാ. നിങ്ങൾ എഴുതി വെച്ചോ, ലീഡർഷിപ്പിന് ചേഞ്ച് വരാൻ പോവാ. പലരുടെയും സിംഹാസനം മാറാൻ പോകുകയാ. പുതിയൊരു അഭിഷേകത്തിൻ്റെ ലീഡർഷിപ്പ് രംഗത്ത് വരാൻ പോവാ. അടുത്ത ജനറേഷൻ എഴുന്നേൽക്കണമെന്ന് പ്രീച്ച് ചെയ്യാനുള്ള പ്രീച്ചേഴ്സ് ഈ തലമുറയിലുണ്ട്. എഴുന്നേൽപ്പിക്കാനുള്ള ലീഡേഴ്സാണ് ഈ തലമുറയിലില്ലാത്തത്. ഇവിടെ പ്രീച്ചേഴ്സ് അല്ല വേണ്ടത്, എഴുന്നേൽപ്പിക്കാൻ പറ്റിയ അപ്പൻ്റെ ഹൃദയമുള്ള, അമ്മയുടെ ഹൃദയമുള്ള അടുത്ത ലാഡർ രംഗത്ത് വരണം. ഞാൻ തലേ ദിവസം തന്നെ ആ മീറ്റിങ്ങിന് വേണ്ടി അവിടെ ചെന്നു. കാരണം ഇതിൻ്റെ കുറേ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, അതെല്ലാം കൂടി ക്രമീകരിക്കണം. ഇവർക്കൊന്നും അധികം എഡ്യൂക്കേറ്റഡ് അല്ലാത്തവരായതുകൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റിയ പാകത്തിൽ ഇതെല്ലാം ക്രമീകരിച്ച് 150 പീസെല്ലാം ഇതിൻ്റെ കോപ്പിയെല്ലാം എടുത്ത് രാത്രിയെല്ലാം സെറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോൾ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. പക്ഷേ രാത്രി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുറിയിൽ വിശ്രമിക്കുന്ന സമയത്ത് എനിക്കങ്ങോട്ട് ഉറക്കം വരണില്ല. എനിക്ക് ആകപ്പാടൊരു ബുദ്ധിമുട്ട് പോലെ. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ചു റെഡിയായിട്ടൊരു പ്രസംഗം പ്രസംഗിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ലൈവായിട്ടൊരു മെസ്സേജ് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചു. എന്നോട് കർത്താവ് സംസാരിക്കുക, ഒരു പെർസിക്യൂഷനെ കുറിച്ച് സംസാരിക്കുക. ആ മെസ്സേജ് ഇപ്പോഴും ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. ഉപദ്രവവും ഉണർവും. ഉപദ്രവം കഴിഞ്ഞാൽ അവിടെ ഉണർവുണ്ടായിരിക്കും. ഈ ഒരു മെസ്സേജ് 1 hour മെസ്സേജ് എല്ലാം പ്രസംഗിച്ച് കഴിഞ്ഞു. ഞാൻ ഉറങ്ങി, സ്വസ്ഥമായിട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് 6 o'clock എനിക്കൊരു കോഫി കിട്ടി. ആ 2 പേര് പെട്ടെന്ന് വന്ന് ഗേറ്റ് പിടിച്ച് കുലുക്കുന്നു. പാസ്റ്റർ ഇറങ്ങി ചെല്ലുന്നു. ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാർഡ് കാണിച്ചു, ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സാന്ന് പറഞ്ഞു. തുറന്നു കൊടുത്തു, അകത്ത് കയറി ഗേറ്റ് അടച്ചു. അവർ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവർ പോലീസ് ഓഫീസേഴ്സ് അല്ല, അവർ വേഷം മാറി വന്നവർ മാത്രമായിരുന്നു. ഉടനെ ആ പാസ്റ്ററിനെ അവർ തല്ലാൻ തുടങ്ങി. ഇറങ്ങിച്ചെല്ലുന്ന നമ്മുടെ വേറൊരു ദൈവദാസൻ, അദ്ദേഹത്തെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ 10, 200, 250 പേര് ഗേറ്റ് തകർത്ത് ആ ചർച്ചിൻ്റെ അകത്തേക്ക് അരച്ച് കയറുകയാണ്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും പറയുവാൻ വാക്കുകൾ ഒക്കത്തില്ല. അതുപോലെയുള്ള മേഖലകളായി ആ 2 ദൈവദാസന്മാരെ അവർ ആദ്യം കൊണ്ടുപോയി. എങ്ങോട്ട് കൊണ്ടുപോകുന്ന പോലും ആർക്കും അറിയത്തില്ല. പുറകെ ഞങ്ങൾ 2 പാമ്പാടിയിൽ നിന്ന് വന്ന ഞങ്ങൾ 2 ദൈവദാസന്മാർ, ഞങ്ങൾ 2 പേരെയും പിടിച്ചു. അവർ നേരെ ഉപദ്രവിച്ചു കൊണ്ട് പോവുകയാണ്. അപ്പുറം ഇപ്പുറം ആൾക്കാർ നിന്ന് 10-250 പേര് നിന്ന് അവരുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ച് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു വല്ലാത്ത പരിതസ്ഥിതി. നേരെ കൊണ്ടുവന്ന് അകത്ത് കൊണ്ടിരുത്തി, താഴെ കൊണ്ടുവന്ന് ഇരുത്തുന്നത്. നമ്മൾ താഴെ ഇരിക്കുമ്പോൾ ആജ് തക് TV-ക്കകത്ത് ഹിന്ദി ചാനലിൻ്റെ അകത്ത് പെട്ടെന്ന് നമ്മളിരിക്കുന്ന ഫോട്ടോ സഹിതം വീഡിയോ സഹിതം വാർത്ത വരികയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയത്തില്ല. കാരണം എനിക്ക് അന്ന് ഒരു കാര്യം മനസ്സിലായി, ഈ 250 പേരവിടെ വന്നതിൽ ഇവരുടെ യൂണിറ്റി ഒന്ന് കാണേണ്ടതാണ്. ഇവർ ഐക്യമത്യപ്പെട്ട പലയിടത്തു നിന്നാണ് വന്നിരിക്കുന്നേ, അല്ലാതെ ഇവർ ഇൻഡോർകാരല്ല. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഒരു ദൈവദാസനെ തല്ലാനുള്ള അവരുടെ ഐക്യത സഭയിൽ അത് കാണുന്നില്ല. സത്യത്തിൽ നമ്മളാണ് ഐക്യമത്യപ്പെടേണ്ടത്.
ഐകമത്യപ്പെടാൻ രണ്ട് കാര്യത്തിനെ പറ്റൂ. ഒന്ന് പെർസിക്യൂഷൻ, ഇല്ലെങ്കിൽ ഒരു ആത്മപകർച്ച. ഇത് രണ്ടും ഉണ്ടാകത്തിടത്തോളം കാലം ദൈവസഭയ്ക്ക് ഐകമത്യപ്പെടാൻ ഒക്കത്തില്ല. ദൈവസഭ ഐകമത്യപ്പെടാൻ രണ്ട് വഴി, ഒന്നുകിൽ പെർസിക്യൂഷൻ അല്ലെങ്കിൽ ഒരു ആത്മപകർച്ച. ഇത് രണ്ടെണ്ണം എവിടെ നടക്കുന്നോ ദൈവസഭ കൈ കൊടുത്തിരിക്കും. ഇത് യേശുവിന്റെ ശരീരമാകിയാൽ ഇത് അൺഡിവൈഡഡ് ചർച്ച് ആയിരുന്നു. ഇതിനെ മനുഷ്യർ ഡിവൈഡ് ചെയ്തതാണ്. പക്ഷെ യേശുവിന്റെ വരവിന് മുമ്പ് ഡിവൈഡഡ് ആയി പോയതെല്ലാം ഒറ്റ കോർമ്പലിൽ കർത്താവ് ഒരൊറ്റ ദർശനത്തിൽ കോർക്കുന്ന ഒരു കാലം വരുമെന്ന് ഇന്ന് രാവിലെ ഞാൻ പ്രവചിച്ചാൽ എത്ര പേർക്ക് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ കഴിയും? ആ രണ്ട് കരവും ചേർത്ത് അടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നവർ മാത്രം ആ കൈ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവർ നിർബന്ധമായിട്ട് ആന്റി കൺവേർഷൻ ബില്ലിൽ കൊണ്ടുവന്ന് ജാമ്യം കിട്ടാത്ത വ്യവസ്ഥയിൽ അകത്താക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുകയാണ്. കാര്യം ശരീരത്തെ അവർ ഉപദ്രവിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വേദന മാറും. പക്ഷേ അവരുടെ പ്രശ്നം ഇതൊന്നുമല്ല. ഞാനെന്ന് പറയുന്ന ഒരാൾ അറസ്റ്റ് വരിക്കപ്പെട്ടാൽ മേലാൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിൽ ഒരു സുവിശേഷകനായി നിൽക്കാതിരിക്കാൻ വേണ്ടി മാനസികമായ ഒരു പെർസിക്യൂഷൻ, മെന്റലി അവർ പെർസിക്യൂട്ടഡ് ആക്കും നമ്മളെ. അതാണ് ഒരു ദൈവദാസൻ തകർന്നു പോകുന്ന ഒരു ഇടപാട്. അവർ രണ്ടടിയടിച്ചെന്ന് വെച്ചു, ഇല്ല ഒന്ന് ചവിട്ടിയെന്ന് വെച്ചോ, വേദന മാറുമ്പോൾ ഇതെല്ലാം മറക്കും. പക്ഷെ അങ്ങനല്ല ഇന്ത്യയുടെ അവസ്ഥ, അങ്ങനെയല്ല. ഇവരുടെ നിയമയുദ്ധങ്ങൾ വേറെയാണ്. മാനസികമായി ഇവർ ടോർച്ചർ ചെയ്യുന്നത് വേറൊരു റൂട്ടിലാണ്. ഒരു ദൈവദാസനെ ഇൻഡോറിൽ വെച്ച് അറസ്റ്റ് ചെയ്താൽ വീക്ക്ലി വൺസ് അവർ സൈൻ ചെയ്യാൻ പറയുന്നത് ഇൻഡോറിലായിരിക്കില്ല, ഗുണായിലായിരിക്കും, ഇല്ല ജബൽപൂരിലായിരിക്കും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 5, 6, 8 മണിക്കൂർ യാത്ര ചെയ്തു പോകുന്ന സ്ഥലത്തായിരിക്കും. പാവപ്പെട്ട ദൈവദാസന്മാർക്ക് ഇങ്ങനെ പോകാനോ വരാനോ പറ്റാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ വേലയിൽ നിന്ന് പിന്തിരിഞ്ഞു വരും. എന്നാൽ അഭിഷേകമുള്ളൊരു ദൈവദാസൻ പിന്തിരിയത്തില്ല. അവൻ ആ ഭാവിയിൽ ഒരു ചാവേറായി മാറാൻ തയ്യാറാകുന്നത്. ഞാൻ ഈ സഭയെ ബ്ലസ് ചെയ്യുകയാണ്. ഈ സഭ ഒരു മിഷൻ ചർച്ചായി മാറണം. ഗ്രാമങ്ങളെ കെട്ടുപൊട്ടിക്കുന്ന മിഷണറിമാർ എഴുന്നേൽക്കുന്ന സഭയായി കർത്താവിന്റെ അഭിഷിക്തന്റെ ഈ സഭ മാറണം. മാറും മാറും മാറും. ആ സ്റ്റേറ്റിലേക്ക് കയറിയേ ചെയ്തേക്കരുതെന്നാണ് വാണിംഗ്. പക്ഷെ ഞാൻ അതിന് ശേഷം എത്രയോ പ്രാവശ്യം മധ്യപ്രദേശ് യാത്ര ചെയ്തു. അതേ മീറ്റിംഗ് പല സ്ഥലങ്ങളിൽ വെച്ചു, ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഭയപ്പെട്ട് മാറുന്നവനാകരുത് സുവിശേഷകൻ. ജീവനെങ്കിൽ ജീവൻ വെച്ച് അവൻ്റെ വേല ചെയ്യാൻ കർത്താവ് വിളിച്ചു വരാൻ നമ്മൾ. നല്ല പ്രസംഗമായിരുന്നു, ഇല്ലെങ്കിൽ കൊള്ളത്തില്ല. കമന്റ് പറയാനല്ല ദൈവം നിന്നെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നേ. ഈ ഭൂമിയിൽ നിന്റെ കോളിംഗ് ഫുൾഫില്ല് ചെയ്യാൻ കർത്താവ് ഒരു ചാൻസ് വെച്ച് നീട്ടുകയാ. ഇനി എന്നാണ് ഓടാൻ പോകുന്നതെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കർത്താവിന് ആൻസർ ചെയ്യണം. ഞാൻ ഇന്ന് ഓടാം കർത്താവേ. ഒരുപക്ഷെ ഇന്ത്യയിൽ വേല ചെയ്യുന്ന പോലെ ഈ അറബി മണ്ണിൽ വേല ചെയ്യാൻ ഒക്കത്തില്ല. പ്രാർത്ഥിക്കുക കർത്താവിനോട്, ഞാൻ ഇവിടെ എന്താ ചെയ്യണ്ടേ, ഞാനിവിടെ എങ്ങനെ ചെയ്യണം, എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം കർത്താവിനോട് ചോദിച്ച് കർത്താവ് തരും. മോനെ നിനക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, നീ ഉറങ്ങി ആശ്വസിച്ചോളാം. കർത്താവ് പറയത്തില്ല. ഏത് രാജ്യവും അവൻ്റെ ദൃഷ്ടിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ രാജ്യത്തൊരു ഉണർവുണ്ടെങ്കിൽ ഈ സഭയും അതിന് സാക്ഷ്യം വഹിക്കട്ടെ. 14 വയസ്സ് പ്രായമുള്ള അലക്സാണ്ടർ എന്ന് പറയുന്ന മകനെ കൊണ്ടുവന്ന് നിർത്തി. ഇവിടെ 14 വയസ്സുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. 14 years 14കാരനെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ അവനെ തല്ലിക്കൊല്ലും. കാരണം അപ്പം പറഞ്ഞു, നിങ്ങൾ തല്ലിക്കോ, നിങ്ങൾ കൊന്നു, പക്ഷെ എൻ്റെ യേശുവിനെ ഞാൻ തള്ളി പറയത്തില്ല. അവസാനം പട്ടാളക്കാർ 4 പാട് നിന്ന് ആ കുഞ്ഞിനെ അടിക്കാൻ തുടങ്ങി. അടി കൊണ്ട് ആ കുഞ്ഞ് വേദനിക്കാൻ തുടങ്ങി. ആ കുഞ്ഞിൻ്റെ ശരീരം പൊട്ടി അവൻ താഴെ വീണു. അവരടി നിർത്തിയിട്ട് പറഞ്ഞു, പറയൂ നിന്റെ വിശ്വാസി എവിടെ ഇരിക്കുന്നേ? അപ്പൻ വാവിട്ട് കരയാൻ തുടങ്ങി. കാരണം കൊച്ചടി കൊണ്ട് വേദന കൊണ്ട് പൊളയുമ്പോൾ ഏതപ്പനാ കണ്ടു നിൽക്കാൻ പറ്റുന്നത്? അപ്പൻ കടിച്ച് പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല, എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കില്ല. അവസാനം അവർ തീരുമാനിച്ചു, ആ മകനെ കൊന്നേക്കാം. അവർ തല്ലാൻ തുടങ്ങി. ഒരടി ആ കുഞ്ഞിന്റെ തലയ്ക്ക് കൊണ്ട് തല 2ആയി പൊട്ടി. ചോര വാർന്നൊഴുകുമ്പോൾ കണ്ടു നിന്ന് അപ്പം പറഞ്ഞു, നോ, ഇനി എന്റെ കുഞ്ഞിനെ തല്ലരുത്. ഞാൻ പറയാം. അവരെ വടി താഴെയിട്ടു. ഇത് നേരത്തെ നിനക്ക് പറഞ്ഞ പോരായിരുന്നോ? ഞാൻ പറയാം, എന്റെ കൊച്ചിനെ തല്ലരുത്. എങ്കിൽ പറ, എവിടാ നിന്റെ വിശ്വാസി? അലറി കരഞ്ഞോണ്ട് പറഞ്ഞു, ഞാൻ പറയാം. താൻ പറയാൻ വായി തുറക്കുമ്പോൾ തല പൊട്ടി ചോര വാർന്നൊഴുകി നിലത്ത് കിടക്കുന്ന ആ 14കാരൻ
കൈ കുത്തി ഒന്ന് പൊങ്ങി. എന്നിട്ട് അപ്പന്റെ മുമ്പിൽ നിന്നിട്ട് ചോര തുപ്പിക്കൊണ്ട് പറഞ്ഞു, ഡാഡി പറയരുത്, തള്ളി പറഞ്ഞൊരപ്പന്റെ മകനായി മരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഡാഡി, എന്റെ ഡാഡിയുടെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് ഞാൻ മരിച്ചോളാം. ഈ സഭയ്ക്കകത്ത് അങ്ങനെ ഒരാൾ എഴുന്നേക്കാൻ പോകുക, 1000 പേർ വേണ്ട. അങ്ങനെ ഒരാൾ ഈ സഭയ്ക്കകത്ത് എഴുന്നേറ്റാൽ ആ വ്യക്തി ഒരു ശക്തനായ മിഷനറിയായി മാറിയിരിക്കും. ഡാഡി, ഞാൻ ചിരിച്ചോണ്ട് മരിച്ചോളാം. അടുത്ത പദം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഡാഡി ഇവർ കൊല്ലും. അടുത്ത സെക്കൻഡ് നമ്മൾ അവിടെ ഒരുമിച്ചായിരിക്കും. ഒരു 14കാരന്റെ ആകം കത്താൻ കാര്യം അപ്പൻ പറഞ്ഞ സുവിശേഷത്തിന്റെ ശക്തി അകത്ത് കയറിയത് കൊണ്ടാണെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, യൗവനക്കാരി, മറക്കരുത്, ഈ സുവിശേഷം പാസ്റ്റർമാർക്ക് മാത്രമുള്ള കുത്തകയല്ല. നിനക്കുമുണ്ടൊരു കോളിംഗ്. പരിശുദ്ധാത്മാവ് നിനക്കും തന്നിട്ടുണ്ടൊരു വിളി, നിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടൊരു വിഷൻ. അത് ഫുൾഫിൽ ആകാൻ ഈ തലമുറയിൽ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, ലോർഡ് എന്നെ ഏൽപ്പിച്ച വിളി ഞാൻ അതിനു വേണ്ടി ഓടട്ടെ. വെളിയിട്ടേച്ച് കുവൈറ്റിൽ വന്നിരിക്കരുത്. വെളിയിട്ടേച്ച് കുവൈറ്റിൽ വന്നിരിക്കരുത്. വെളി തള്ളിക്കളഞ്ഞിട്ട് അറബി രാജ്യത്ത് വന്നിരിക്കരുത്. ഈ രാജ്യത്ത് വന്നിരിക്കുന്ന ഞാനും നിങ്ങളും ഇന്ന് രാവിലെ ദൈവത്തോട് ചോദിക്കണം, എൻ്റെ വിളി കുഴിച്ചു മൂടിയിട്ടാണോ ഞാനിവിടെ ഇരിക്കുന്നത്? വിളി കുഴിച്ചു മൂടിയിട്ടാണെങ്കിൽ തമ്പുരാൻ നമ്മെ വിടത്തില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരെണ്ണം പോലും വിളി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഈ മണ്ണിൽ എഴുന്നേറ്റ് നിൽക്കത്തില്ല. ഈ മണ്ണിൽ എന്തെങ്കിലും നേടിയാലും നേടിയില്ലെങ്കിലും നീ നേടിയ നസറായന്റെ സ്നേഹവുമായി വിളിയുമായി ഓടാൻ അധികാരമുള്ള ദൈവമക്കളിൽ ഒരാളെങ്കിലും ഇന്ന് രാവിലെ ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ എന്നോട് ചേർന്നവർ സ്തുതിക്കുക ദൈവത്തെ. ഞാൻ ഒറീസയിൽ കാലഖണ്ഡി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് അടുത്താണ് ഇന്ന് എൻ്റെ വേല നടക്കുന്നത്. തമിഴ്നാട്ടിലുണ്ട്, ഉസലാംപേട്ടയിലുണ്ട്, ചിന്നമണ്ണൂരുണ്ട്, ബോഡിനായ്ക്കന്നൂരിലുണ്ട്, അളകൽ മാൽപ്പുറത്തുണ്ട്, പല പല ഗ്രാമങ്ങളിൽ തമിഴ്നാട്ടിൽ വേലയുണ്ട്. ഒറീസയിൽ നുൻപൂർ, ഡുഡുകാരഞ്ച, ഉൾബ, ബാരബന്ദ, പിപ്പൾപ്പട, സുഡേങ്കി, ഫിൽവാഞ്ചി, കട്ടാപ്പുളിയ, ഇതെല്ലാം ഓരോ ഗോത്രവർഗ്ഗങ്ങൾ താമസിക്കുന്ന കാട്ടിലെ ഗ്രാമങ്ങളാണ്. കാൽനടയായി നടന്നല്ലാതെ ഇവിടെ എങ്ങും പോകാൻ ഒക്കത്തില്ല, വാഹനം പോകത്തില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമില്ല. അവരുടെ കൂടെ താമസിക്കുന്ന ബുദ്ധിമുട്ടാണ്, ഡേഞ്ചറസ് ആണ്. എന്നാലും സാരമില്ല, ഓരോ കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗിച്ച് ഇങ്ങനെ ഓടി നടന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് ചെല്ലാനല്ല ദൈവം എന്നെ വിളിച്ചത് ആത്മാക്കളെ നേടാനാണ്. അറിഞ്ഞവരോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇതിനെനിക്ക് പ്രതിഫലമില്ല. പക്ഷേ അറിയാത്തവരോട് ഞാൻ എന്ന് പറയാൻ തുടങ്ങും, അന്ന് തമ്പുരാൻ അപ്പപ്പ് ചെയ്യാൻ തുടങ്ങും. കൊള്ളാം മോനെ, കൊള്ളാം. നിങ്ങൾ വീട്ടിൽ ചെന്ന് പിന്നീട് വായിച്ചോ, റോമൻസ് ചാപ്റ്റർ 15 പോൾ പറയുന്നൊരു പദപ്രയോഗമുണ്ട്. യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ച ഒരു പ്രവചനത്തിൻ്റെ ഉദ്ധരണി വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ ദൂത് വെളിപ്പെട്ട് കിട്ടിയ ആത്മാവിൽ അറിഞ്ഞു, അത് തന്നെക്കുറിച്ചുള്ള പ്രവചനമാണ്. അറിയാത്തവർ അറിയും, കാണാത്തവർ കാണും, കേൾക്കാത്തവർ കേൾക്കും. അതുകൊണ്ട് മറ്റൊരുത്തൻ്റെ അടിസ്ഥാനത്തിൻ്റെ മേൽ പണിയാനല്ല ദൈവം എന്നെ വിളിച്ചത്, കേൾക്കാത്ത സ്ഥലത്ത് പോയി പണിയാനാ കർത്താവ് എന്നെ വിളിച്ചതെന്ന് പൗലൂസ് പറഞ്ഞ ആ പദം വായിച്ച പിന്നെ സഭ പൊട്ടിച്ച് വേറെ സഭ പണിയാനൊക്കത്തില്ല. സ്വോത്രം. പിന്നെ സഭ മാറാനും ഒക്കത്തില്ല, ഉള്ളത് പൊട്ടിക്കാനും ഒക്കത്തില്ല. ഉള്ള സഭയ്ക്കകത്ത് ആത്മാക്കളെ നേടിയ ഒരഭിഷേകവുമായി ഒരു പുത്തൻ അധ്യായം കുറിക്കാൻ പരിശുദ്ധാത്മാവ് കൃപ തരും. പ്രൈസ് ഗോഡ്. ഒറ്റക്കാരോട് പറഞ്ഞെൻ്റെ വാക്ക് ഞാൻ അങ്ങ് ഉപസംഹരിക്കാം. എനിക്ക് ഉണ്ടോ 5-6 മിനിറ്റ് ഉണ്ടോ? ഇനി അത് തീരാറായി. ഞാൻ അറിഞ്ഞില്ല എപ്പോഴാണ് തുടങ്ങിയെന്ന് അറിഞ്ഞില്ല. ഓക്കെ, ഒറ്റക്കാരോട് പറഞ്ഞു. താങ്ക് യു. പ്രൈസ് ഗോഡ്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കാര്യം ഇതൊക്കെ പറയുന്നതിൻ്റെ കാര്യം, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിനെ തിരിച്ചു വിട്ടത്. എപ്പോഴും ഓർക്കുക, ചെയ്ത കാര്യം മാത്രം ചെയ്തുകൊണ്ട് പോയാൽ നിങ്ങൾ ട്രഡീഷനാവും. ഒന്നുകൂടെ പറയുന്നു, നമ്മൾ എന്ത് ചെയ്തു ആ കാര്യം മാത്രം ചെയ്തുകൊണ്ടാണ് പോയാൽ നമ്മൾ ആരായി മാറും? പാസ്റ്റർ പറഞ്ഞു ഞങ്ങൾ കേട്ടോളാം. അങ്ങനെ ഞാൻ പറയണില്ല. എൻ്റെ വോയിസിന് ഭയങ്കര വാല്യൂ എനിക്കുള്ളതാണ്. ചെയ്ത കാര്യം മാത്രം ചെയ്താണ് നമ്മൾ ആരായി മാറുന്നത്? ട്രഡീഷനായി മാറുന്നത്, പാരമ്പര്യമാകാനല്ല ദൈവം നമ്മളെ വിളിച്ച ഹിസ്റ്ററി ആകാനാണ്. തിരിച്ചറിയുക, നമ്മുടെ സഭ ചെയ്ത കാര്യം മാത്രം ചെയ്ത് ജീവിതം തീർക്കരുത്, പുതിയത് കണ്ടുപിടിക്കണം.
ഇപ്പം ഞങ്ങളുടെ പാമ്പാടി ചർച്ച്, എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട് ചർച്ചിനെ കുറിച്ച് പറയാം. ഒരു മിഷൻ ചർച്ചാണ്. എല്ലാവരും മിഷന് പോകും. ഇവിടുത്തെ പോലെയല്ല. ഇവിടെ കുവൈറ്റ് അറബി രാജ്യം, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വിസ വേണ്ട, വിഷൻ മതി. ഇവിടെ പിന്നെ വിസയും വേണം. ഹല്ലേലൂയ. അവിടെ 74 വയസ്സ്, 78 വയസ്സ്, 74, 78, 75 ഒക്കെ എൻ്റെ കൂടെ ഒറീസ വരുന്നത് വേല ചെയ്യാൻ. നിങ്ങളൊന്ന് ഓർത്തേ, 75, 78 എന്നൊക്കെ പറഞ്ഞാലുള്ള അവസ്ഥ ഓർത്തേ. അതോടുകൂടെ എല്ലാം കഥം ഹോകയാണ്. ഇതങ്ങനെയല്ല, ഇതവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10, 20, 25 പേര് ഒരുമിച്ചാണ് ട്രെയിനിൽ ടിക്കറ്റും എടുത്ത് നേരെ പോവുകയാണ്. ജോലിയുള്ളവരൊക്കെ നേരത്തെ പോയി ലീവ് എടുക്കുന്നു, അവർ പോവുകയാണ്. എനിക്ക് ഭയങ്കര ആവേശമായി. കാര്യം എന്നറിയോ, ഇവരെ ഗ്രാമങ്ങൾ കൊണ്ട്, ഇപ്പം സുഡങ്കി എന്ന് പറഞ്ഞൊരു ഗ്രാമം പോയി കാണുന്ന ഒരാൾ ഒരു ദിവസം പോയി കണ്ടാൽ മതി, അതോടുകൂടെ അവൻ ക്രിസ്ത്യാനിയായി മാറും. അതുവരെ അവൻ പെന്തക്കോസുകാരനായിരിക്കും. പക്ഷെ അന്ന് അവൻ ആരായി മാറും? യേശുവെ പോലെ ആകുക. ഒരു പഴയ പാട്ടല്ലേ, യേശുവിൻ വാക്കു. ഓ യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു. ഓ യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കും. ഈ അപ്പോസ്തലപ്രവൃത്തി 2 പെന്തക്കോസ് എന്നുള്ള പദം അല്ലേ? പക്ഷെ അപ്പോസ്തലപ്രവൃത്തി 2 കഴിഞ്ഞ ക്രിസ്ത്യാനി എന്നുള്ള പദം. ക്രിസ്ത്യാനിയല്ല പെന്തക്കോസുകാരായത്, പെന്തക്കോസുകാരാ ക്രിസ്ത്യാനിയായി. നമ്മുടെ നാട്ടിൽ തിരിച്ച. മനസ്സിലായില്ല സഹോദരന്മാരെ? മനസ്സിലായെന്ന് പറഞ്ഞേ ആമേ. യേശുവേ നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും അങ്ങെപ്പോലെ ആക്കേണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും അങ്ങെപ്പോലെ ആക്കേണം. യഥാർത്ഥ ക്രിസ്ത്യാനി ജയിച്ചു എന്ന് അഭിമാനിക്കുന്നവനല്ല, ഇനിയും തോൽക്കാം എന്ന് തീരുമാനിക്കുന്നവനാ. മറ്റൊരാളുടെ മുമ്പിൽ ഒന്നുകൂടെ തോറ്റുകൊടുത്ത് അവനെ നേടിയെടുക്കുന്നവനാ ഒറിജിനൽ ക്രിസ്ത്യാനി. എൻ്റെ വായന കണ്ട ഞാൻ ഇനിയും പാടും. ഞാൻ ബാക്കി പ്രസംഗം നിനക്ക് എഴുതി തരാം, നീ അടുത്ത ആഴ്ച ഇവിടെ വായിച്ചാൽ മതി. നീ പോകരുത്, അവിടെ നിൽക്കുക. അങ്ങനെ ഇങ്ങനൊരാളെ കിട്ടുന്നതിനൊരു ഭാഗ്യമല്ലേ? സാധനം ആശയമുള്ള ഒരാളെ കിട്ടാൻ വലിയ പാടാണ്. ദൈവം അനുഗ്രഹിക്കുന്നത്. ഇതാരുടെ ഈ സന്താനം? ഇവിടെ അച്ഛനാണോ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇയാളാരുടെ? ദൈവമേ, എനിക്കാണ് ഇങ്ങനെയൊക്കെ ജനിക്കണം. ഒരു കൃപയല്ലേ? എന്താ നിങ്ങൾ അസൂയുള്ളതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കണേ? ആമേൻ പറ ദൈവത്തിൽ. ഇതൊക്കെ ദൈവം തരുന്ന ഓരോ ദാനങ്ങളല്ലേ. ഓ സ്വോത്രം സ്വോത്രം. അങ്ങ് ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് ഹല്ലേലൂയ. എനിവേ, ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പറയും കിരീടമുണ്ട്, കിരീടമില്ലെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഓലപ്പരയ്ക്കകത്ത് ജനിച്ച ഞാൻ 31 രാജ്യത്ത് പോയി. കിരീടം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ കിരീടത്തിന് മുമ്പ് ചുമക്കാൻ തരുന്നൊരു സാധനത്തിന്റെ പേരാ ക്രൂശ്. അവിടെയാണ് ഈ പ്രശ്നം. അത് ചുമന്ന് കിട്ടുന്ന കിരീടത്തിന് എന്നെ ശോഭയാന്നറിയോ? യേശുവിന്റെ നാമത്തിൽ ഈ തലമുറയിൽ ഒരു നല്ല മിഷൻ ചെയ്യാൻ ഞാൻ നിങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുകയാണ്. കേരളക്കരയിൽ യേശു കർത്താവിന് വേണ്ടി ആദ്യമായി രക്തസാക്ഷിത്വ മരണം വരിച്ച ഒരു മാർട്ടിയർ, ക്രിസ്ത്യൻ മാർട്ടിയർ ഉണ്ട്. കേരളത്തിൽ ആദ്യമായി യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം മരണം വരിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി രക്തസാക്ഷിത്വ മരണം വരിച്ച ഒരു ഫാമിലി ഉണ്ട്. രണ്ടും പറയാൻ എനിക്ക് നേരമില്ല, ഒറ്റ കാര്യം മാത്രം പറയാം. അദ്ദേഹത്തിന്റെ പേരാണ് ദേവസഹായം പിള്ള. അദ്ദേഹം മലയാളിയാണ്. ഫ്രഞ്ച് മിഷണറിമാർ കേരളക്കരയിൽ കർത്താവിന്റെ വയലിൽ അധ്വാനിക്കാൻ വേണ്ടി വന്നപ്പോ അവര് നോർത്ത് ഈസ്റ്റിലും കേരളത്തിന്റെ തെക്കൻ തിരുവിതാംകൂറിലും ഒക്കെ വന്ന സമയം, അന്ന് കന്യാകുമാരിയൊക്കെ കേരളത്തിന്റെ ഭാഗമായി നാട്ടുരാജാക്കന്മാർ ഭരിക്കുന്ന കാലം, മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നാട് വാഴുന്ന കാലം. ആ കൊട്ടാരത്തിലെ കണക്കപ്പിള്ളയായി സേവനമനുഷ്ഠിച്ച ഒരു ഹൈന്ദവനായ മനുഷ്യനാ ദേവസഹായം പിള്ള. ഫ്രഞ്ച് മിഷണറിമാർ സുവിശേഷം അറിയിച്ചത് മുഖാന്തരം ആ സഹോദരൻ കർത്താവിനെ കണ്ടു. യേശുവിന് വേണ്ടി
രാജാവ് അതറിഞ്ഞ് തന്നെ അറസ്റ്റ് ചെയ്തു. തന്നോട് പറഞ്ഞു, എന്തിനാ നീ യേശുവിനെ ആരാധിക്കുന്നേ? പിന്മാറണം, നമുക്ക് പറ്റുന്നതല്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല, മാറില്ല. കാര്യം എന്നാ? അങ്ങനെ മാറാൻ പറ്റിയ ഒരു നാമമല്ല യേശുവിന്റെ നാമം. I have decided to follow Jesus, no turning back. നമ്മൾ പാടാറില്ലേ, യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, ഞാൻ പിന്മാറുകയില്ല. Come on, ചേർന്ന് പറ ആമേൻ. 8 താലൂക്ക് അധികാരികളുടെ മുമ്പിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് വിസ്തരിക്കുവാൻ. 8 താലൂക്ക് അധികാരികളും വിസ്തരിച്ചു, അദ്ദേഹം തെറ്റുകാരനാ, ശിക്ഷ വിധിക്കണം. അങ്ങനെ വധശിക്ഷ വിധിച്ചു. അദ്ദേഹത്തെ നാഗർകോവിലിനടുത്തുള്ള കാറ്റാടിമലയുടെ താഴെയുള്ള ജയിലിൽ ഇടാൻ വേണ്ടി തിരുവനന്തപുരത്തു നിന്ന് എരുമയുടെ പുറത്ത് ഇരുത്തി മുരിക്കിൻ പൂ കൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിലിട്ട് അപമാനിച്ച് എരുമപ്പുറത്തിരുത്തി കെട്ടി വെച്ചിട്ട് എരുമ നടന്നു പോകയാ നാഗർകോവിലിലെ കാറ്റാടിമലയിലേക്ക്. ആ എരുമ പോകുന്ന വഴിയൊന്ന് കുടഞ്ഞതാണ്. ആ മനുഷ്യൻ താഴേക്ക് പോയി. പിന്നെ ആ എരുമപ്പുറത്ത് അവർ എടുത്തിരുത്തിയില്ല. എരുമ അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോയി റോട്ടിൽ കൂടി. എരുമ സ്പീഡിൽ പോകുമ്പോൾ തന്റെ ശരീരം മുഴുവൻ റോട്ടിൽ ഉരസി 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 തന്റെ ശരീരം തകർന്നു. ചോരയിൽ ആവരണം ചെയ്യപ്പെട്ട ദേവസഹായം പിള്ള താൻ പോകുന്ന വഴിയെല്ലാം രക്തം വീണുകൊണ്ടേയിരിക്കുക. പണ്ട് കാൽവറിയിൽ നാഥൻ കാട്ടുമരവുമായി പോയപ്പോൾ ആ യെരൂശലേമിന്റെ തെരുവീതി മുഴുവൻ ചോരമയമായതുപോലെ. പ്രൈസ് ദി ലോർഡ്. അവസാനം ആ ദൈവ മനുഷ്യൻ ചോര വാർന്നൊഴുകുന്നത് കണ്ടപ്പോൾ താൻ പറഞ്ഞു, എനിക്കൊരിറ്റ് വെള്ളം കുടിക്കാൻ തരാമോ? ദാഹജലം. അവരാ എരുമയെ പിടിച്ചു നിർത്തി. എന്നിട്ട് റോഡിന്റെ സൈഡിൽ ഉയർന്നു നിൽക്കുന്ന പാറയുടെ സൈഡിലേക്ക് ആ ദൈവദാസനെ ചാരി കിടത്തിയിട്ട് റോഡിന്റെ സൈഡിൽ കൂടി ഒഴുകി വരുന്ന അഴുക്ക് ചാലിലെ വെള്ളം കോരി കൊണ്ടുവന്ന് ദേവസഹായം പിള്ളയ്ക്ക് കുടിക്കാൻ കൊടുത്തു. നമുക്കറിയാം അത് കുടിക്കാൻ പറ്റുന്നതല്ല. എനിക്ക് ദാഹിക്കുന്നു എന്ന് കാൽവറിയിൽ വെച്ച് അരുമനാഥൻ പറഞ്ഞപ്പോ ഒരു ഓടത്തണ്ടിന്റെ മേൽ സ്പോഞ്ച് വെച്ച് കെട്ടി പുളിച്ച വീഞ്ഞിൽ മുക്കിയിട്ട് എത്തിച്ചു കൊടുത്തു. പുളിപ്പായതുകൊണ്ട് കുടിച്ചില്ല എന്നൊരു വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അഴുക്ക് ജാലിലെ വെള്ളം കോരി കൊടുത്തിട്ട് കുടിക്കാൻ പറ്റാതെ വന്നപ്പോൾ 2 കൈയും കെട്ടപ്പെട്ട ദേവസഹായം പിള്ള തൻ്റെ 2 കൈയുടെ മുട്ടുകൊണ്ട് ആ പാറയിലൊന്ന് ഇടിച്ചിട്ട് ഒരൊറ്റ വിളി, എൻ്റെ യേശുവേ നിനക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ വിളി വിളിച്ചതാ. അത്ഭുതമെന്ന് പറയട്ടെ, ആ പാറ 2ആയി പിളർന്നു പോയി. ആ പാറയ്ക്കകത്തുനിന്ന് നീര് ഉറവ പുറത്തു വരാൻ തുടങ്ങി. പട്ടാളക്കാർ അതിശയത്തോടെ നോക്കി നിൽക്കുക. അവർ കോരിക്കൊടുത്തു ആ വെള്ളം. ആ ദൈവദാസൻ കുടിച്ചു. ഞാൻ ഇന്ന് കുവൈറ്റിൽ നിന്ന് ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഇന്നും ആ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാ. കാര്യം അത് തമ്പുരാൻ തുറന്നതാ, പാറ പിളർന്ന്. സ്തോത്രം. ഞാനിത് വെറുതെ പറയല്ല. ഞാൻ ചർച്ചിലെ സഹോദരങ്ങളെ കാണിക്കാൻ ഞാൻ അവിടെ പോയിട്ടുണ്ട്. കാര്യം ഇത് പെർസിക്യൂഷന്റെ മാർഗമാണ്. പെർസിക്യൂഷൻ മാറ്റി വെച്ചിട്ടുള്ള മാർഗമല്ല ഇത്. പക്ഷെ അതിന്റെ ഇടയിൽ എന്റെ കർത്താവ് വെളിപ്പെട്ടു വന്ന വെളിപ്പാടിന്റെ സ്ഥലം കൂടിയാണിത്. ഓ ലോർഡ് ജീസസ്. ആ ദൈവ മനുഷ്യനെ ആ എരുമ വലിച്ചു കൊണ്ടുപോയി. നാഗർകോവിലിലെ കാറ്റാടിമലയുടെ താഴെയുള്ള ജയിലിൽ 3 ദിവസം ഇട്ടു. അതിനുശേഷം തന്നെ കൊല്ലുവാൻ വേണ്ടി വിധിച്ചതിന് ശേഷം 2 കൈയും 2 കാലും ചേർത്ത് കെട്ടി നിലത്ത് കിടത്തി ചാട്ടവാറ് കൊണ്ട് 30 പ്രാവശ്യം കാലിന്റെ വെള്ള തല്ലിക്കീറി. അടി കഴിഞ്ഞപ്പോൾ കൈയുടെയും കാലിന്റെയും കെട്ടഴിച്ച് തന്നെ പൊക്കിയെടുത്തു. നിൽക്കാനൊക്കത്തില്ല. കാല് 2ഉം പൊട്ടി കീറിപ്പോയി. ചുണ്ണാമ്പ് ചൂളയ്ക്കകത്ത് അദ്ദേഹത്തെ ഇട്ടു. വാതിലടച്ചു. ചുണ്ണാമ്പ് കൊണ്ട് തൻ്റെ ശരീരം പൊള്ളി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പൊള്ളിയ ശരീരത്തെ പുറത്തെടുത്തിട്ട് വായൊന്ന് മൂടിക്കെട്ടിയിട്ട് പാമ്പും തേളുകളുമുള്ള ഗുഹയ്ക്കകത്തേക്ക് രാജാവ് പറഞ്ഞു, അടയ്ക്ക്, കരഞ്ഞാൽ ഒച്ച കേൾക്കരുതവൻ. യേശുവിൻ്റെ പുറകെ പോയത് അവൻ അനുഭവിക്കട്ടെ. വാ മൂടിക്കെട്ടി തേളിൻ്റെ കുത്തുകൊണ്ട് കരയുന്ന ആ മനുഷ്യനെ നിങ്ങൾ കാണുക. അവസാനം അദ്ദേഹത്തെ പുറത്തെടുത്തതിന് ശേഷം കാൽവറിയിൽ യേശു കൈ വിരിച്ച് നിൽക്കുന്നത് പോലെ തൻ്റെ 2 കൈയും വിരിച്ചു നിർത്തി മുള്ളുകൊണ്ട് കെട്ടി, കാല് 2ഉം ചേർത്ത് കെട്ടി മുള്ളുകൊണ്ട് കെട്ടിയിട്ട് പട്ടാളക്കാരോട് പറഞ്ഞു, ആ പൊള്ളിയ ശരീരം മുഴുവൻ തല്ലിക്കീറിക്കോളാൻ പറഞ്ഞു. മുള്ളുകൊണ്ട് പട്ടാളക്കാർ തല്ലിക്കീറുമ്പോൾ അലമുറയിട്ട് നിലവിളിക്കുന്ന തന്നെ കാണാൻ തൻ്റെ സ്നേഹനിധിയായ ഭാര്യ വരുന്നൊരു വരവുണ്ട്. തൻ്റെ ഭാര്യ വരുമ്പോൾ രക്തത്തിൽ കുളിച്ച് അലമുറയിട്ട് കരയുമ്പോൾ പട്ടാളക്കാർ തല്ലി നിർത്തി. കാര്യം ഭാര്യ വന്നിരിക്കുക. ഉടനെ പട്ടാളക്കാരുടെ മുമ്പിൽ വെച്ച് ആ ഭർത്താവ് ദേവസഹായം പിള്ള ഭാര്യയോട് ഇങ്ങനെയാ പറഞ്ഞത്, മോളെ നീ കരയരുത്, നമുക്ക് വേണ്ടിയല്ല, യേശുവിന് വേണ്ടിയാ. എൻ്റെ സഹോദര, ഇതുപോലെ യേശുവിനെ സ്നേഹിച്ച ഭക്തന്മാരുടെ മണ്ണാണ്
ഇത് അഹങ്കാരത്തിൻ്റെ ഇടപാടല്ല, ഇത് നിഗളത്തിൻ്റെ ഇടപാടല്ല, ഇത് മനുഷ്യ കൈകൊണ്ട് എന്തെങ്കിലും കരുപ്പിടിപ്പിക്കാനുള്ള പരിപാടിയൊന്നുമല്ല. ഇതിൻ്റെ പുറകിൽ വില കൊടുത്ത കുറെ ഭക്തന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അവരുടെ പുറകെ പിൻഗമിക്കാൻ അധികാരമുള്ള ദൈവമക്കൾ ആരെങ്കിലും ഇന്ന് പകൽ ഇതിൻ്റെ അകത്തുണ്ട്, അവരാ സ്തോത്രം ചെയ്ത് തുടങ്ങേണ്ടത്. ആളെ ബോധിപ്പിക്കാൻ, കൈയടിക്കാനല്ല, പാസ്റ്ററെ ബോധിപ്പിക്കാൻ, യോഗത്തിന് വരാനല്ല, ഇതിൻ്റെ അകത്തുള്ള ഏതോ അച്ചാച്ചന്മാരെ ബോധിപ്പിക്കാൻ വേണ്ടി സഭായോഗത്തിന് വരേണ്ടവരല്ല ഞാനും നിങ്ങളും. അതിനേക്കാൾ അപ്പുറമായി നിനക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായ നസറായനായ യേശുവിന് വേണ്ടി മാത്രം നിൽക്കാൻ. അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത് കൊല്ലുവാൻ വേണ്ടി ആ കാറ്റാടിമലയുടെ മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, കൊല്ലുന്നതിന് മുമ്പ് ഒരു സമയം എനിക്ക് തരണം, എനിക്ക് ഈ മണ്ണിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കണം. അവസാനം അദ്ദേഹം മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. താൻ പറഞ്ഞു, ഞാൻ ആമേൻ പറഞ്ഞു, എന്നെ ഷൂട്ട് ചെയ്തു കൊള്ളുക. ആ പട്ടാളക്കാർ ഷൂട്ട് ചെയ്തിട്ട് ഈ ഗണ്ണ് വർക്കാകുന്നില്ല. പലവരും ശ്രമിച്ചു, വർക്കാകുന്നില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, ആ ഗണ്ണെൻ്റെ കയ്യിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് തരാം. അദ്ദേഹം ഗണ്ണ് വാങ്ങിയിട്ട് പറഞ്ഞു, ലോർഡ്, ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയാണ്, ഇത് വർക്കാകണം, ഞാൻ നിന്നെ കാണാൻ പോകുകയാണ്. നേരെ തിരിച്ചു കൊടുത്തവർ ഷൂട്ട് ചെയ്തു. ആ ദൈവദാസൻ്റെ ചങ്ക് കീറിയ ആ ബുള്ളറ്റ് പോയി ചോരയിൽ പെടുന്ന താൻ അവിടെ താഴെ വീണപ്പോൾ ആ കാപാലികർ ചെയ്തതെന്നറിയാമോ? പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ താഴേക്ക് അവർ വലിച്ചെറിഞ്ഞു. ആ ശരീരം ചിന്ന ഭിന്നമായി പോയി. ക്രിസ്തുവിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി ഒരു മലയാളി മാർട്ടിയറായി മാറി, രക്തസാക്ഷിയായി മാറി. കാണാം, കാഹളം ധ്വനിക്കുമ്പോൾ നമുക്കവരെ ഏറ്റവും ഫ്രണ്ട് റോയിൽ അവരുണ്ടായിരിക്കും. കാതറിൻ കൊൾമാൻ ദൈവത്തെ ശക്തമായി ദൈവത്തിന് വേണ്ടി നിന്നൊരു ഭക്തിയായ ഒരു സ്ത്രീയാണ് US-ൽ. പക്ഷെ വേറൊരു കാതറിനുണ്ട് ഈജിപ്തിൽ, രക്തസാക്ഷിയായവർ. ഏത് വേണം നമുക്ക് സെലക്ട് ചെയ്യാം, ഒരു നല്ല മിഷൻ ചെയ്യാൻ. ആ വാക്യം ഒന്നുകൂടി പറഞ്ഞോട്ടെ, അധികം പേരെ നേടണോ? ദാസന ചിലരെയെങ്കിലും നേടണോ? സബ് ലോകം കൈലിയെ സബ് കുച്ച് ബന, ചിലരെയെങ്കിലും നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി മാറി. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ആരുമാരെയും ഫോക്കസ് ചെയ്യണ്ട, നിങ്ങളും കർത്താവും മാത്രം. ഞാൻ ഒരു ആരാധനയ്ക്കോ പാട്ടിനോ ഒന്നും ഞാൻ പോകുന്നില്ല. ജസ്റ്റ് വൺ വേർഡ് പ്രയർ. യെസ് ലോർഡ്, ഈ തലമുറയിൽ ഞങ്ങളെ കാണിച്ചു തന്ന ആൾക്കാരുണ്ട്. ഞങ്ങളുടെ പേരൻസ് ഉണ്ട്, ഞങ്ങളുടെ പാസ്റ്റേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ ലീഡേഴ്സ് ഉണ്ട്. ഇതെല്ലാം സത്യമാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറമായി നിനക്ക് വേണ്ടി കാണിച്ചു തന്ന ഒരാളുണ്ട്, ജീസസ്, യേശു. അവൻ പ്രീച്ചിങ് മാത്രം ചെയ്തിട്ട് പോയവനല്ല, ഒരു മിഷൻ ഫുൾഫിൽ ചെയ്തിട്ട് അവൻ പോയതാണ്. ഈ ഫ്രൈഡേ ഈ സമയം പരിശുദ്ധ അമ്മാവിൻ്റെ മുമ്പിലിരുന്ന്, ലോർഡ്, ഞാൻ എന്നെ ഒരു മിഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യുകയാണ്. എനിക്കൊരു മിഷൻ ചെയ്യണം ഈ ഭൂമിയിൽ. എനിക്കും ചിലരെ നേടണം. അല്ല, ഒരു വേലയ്ക്കൊരു വിളി കർത്താവ് നൽകിയിട്ടുണ്ടെങ്കിൽ കുവൈറ്റിൽ വന്നു എന്നുള്ള ഏക കാരണം കൊണ്ട് വിളി കുഴിച്ചു മൂടരുത്. മിഡിൽ ഈസ്റ്റിൽ വന്നു എന്നുള്ള ഏക കാരണം കൊണ്ട് അത് കുഴിച്ചു മൂടരുത്. കുഴിച്ചു മൂടാൻ പ്ലാനുള്ള ഏതെങ്കിലും മണ്ണ് വന്ന് വീണിട്ടുണ്ടെങ്കിൽ, ഇത് ഐസക്കിൻ്റെ കാലമാണ്, അബ്രഹാമിൻ്റെ കാലത്തുള്ള കിണർ പൊക്കിയേ പറ്റുള്ളൂ. ഒരു മിഷൻ ചെയ്തേ പറ്റുള്ളൂ. കണ്ണുകളെ മൂടി പ്രാർത്ഥിക്കുക. ഒരു വാക്ക്, പാസ്റ്റർ, എനിക്ക് അങ്ങനത്തെ ഒരു മിഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥനയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക. ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. തലയ്ക്ക് മുകളിൽ ആ കൈ ഉയർത്തിപ്പിടിക്കുക. ആരും നോക്കണ്ട. ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഉയരുന്നുണ്ട്. ആ കൈ ഉയർത്തിയവർ മാത്രം അവിടെ എഴുന്നേറ്റ് നിൽക്കുക. ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. Pastor സ്റ്റേജിലേക്ക് വരും. Lebra Koskar I justify Kanas. Oraba Kalaba Darabaka. Orabla Bakora Bakala Koskar I justify. Oraba Baba Baba. Let it become Rabakala Brakaba.
പേരൂടെ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. കർത്താവിൻ്റെ വേല ചെയ്യുന്ന പലരും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഇന്ന് കർത്തൃദാസന്മാരാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു സെഷൻ ആയിരിക്കില്ല പ്രതീക്ഷിച്ച്, പക്ഷേ ഇത് ദൈവത്തിൻ്റെ ടൈമാണ്. ഈ സഭയെ കർത്താവ് ടേൺ ചെയ്യാൻ പോവാ. നിൻ്റെ ഈ കൊച്ചു ലൈഫ്, ചെറിയ ലൈഫ് വെറുതെ ആയി പോകത്തില്ല. ഈ ലൈഫ് അർത്ഥമുള്ളതായി മാറാൻ പോവാ. കുവൈറ്റിൽ വന്ന് നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ഈ നന്മ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. നാട്ടിൽ വീട് വെക്കുന്നുണ്ട്, നാട്ടിൽ സ്ഥലം വാങ്ങുന്നുണ്ട്, മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ ആരോഗ്യം നഷ്ടമാകുക. ആരോഗ്യം പോകുന്നതിൻ്റെ കൂടെ ആയുസ് പോവുക, ആയുസ് പോകുന്നതിൻ്റെ കൂടെ സമയം പോവുക. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചൊരു യാത്രയുണ്ടെങ്കിൽ പിന്നെ എന്ത്, എങ്ങനെ, എപ്രകാരം ഒരു വലിയ ചോദ്യം ബാക്കി മുമ്പിൽ. ഇന്ന് കർത്താവിനോട് ചോദിക്കണം, അപ്പാ എൻ്റെ വിലപ്പെട്ട സമയം എനിക്ക് നഷ്ടമാകാനിടയാകരുത്. താതൻ പേർക്കാ സേവ ചെയ്തതാ, താതനെന്നെ മാനിക്കുവനാ. താതൻ പേർക്കാ സേവ ചെയ്തതാ, താതനെന്നെ മാനിക്കുവനാ. തരുമോരോ ബഹുമാനം വിളങ്ങിടും കിരീടങ്ങളാ. തരുമോരോ ബഹുമാനങ്ങൾ വിളങ്ങി